വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. വഅമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, ഈ കടലും കരയും ഞാൻ അവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ജഗന്നിയന്താവായ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തെ പരിപാലിച്ചു പോകുന്ന ഈ മനുഷ്യന്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ടല്ലോ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, ഞാനാണ് മാനവാ നിന്നെ സൃഷ്ടിച്ചത്. നിന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ സദൃശ്യമായ സാന്നിധ്യത്തെ അറിയുന്നവൻ ഞാനാണ്. എല്ലാം അറിയുന്ന തമ്പുരാൻ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, കരയും കടലും നിന്റെ കൈവെള്ളയിലാണ്. പക്ഷേ വറസഖനാഹും മിനത് ത്വയ്യിബാത്, നല്ലത് മാത്രമേ ഭക്ഷിക്കാവൂ. ഏകനായ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കര കീഴടക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം, കടലിനെ കാലിന്റെ അടിയിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിഞ്ഞേക്കാം. എല്ലാം നിന്റെ കാൽപ്പാടത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോഴും വറസഖനാഹും മിനത് ത്വയ്യിബാത്, അഹിതമായത് ഭക്ഷിക്കരുത്, അശ്ലീലമായത് ഭക്ഷിക്കരുത്, അരുതായ്മകൾ ചെയ്യരുത്, അനാരോഗ്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുത്തരുത്, മറ്റൊരുത്തനെ പരിഹസിച്ചത്, വേറൊരാളെ പഞ്ചിച്ചത്, അശ്ലീലങ്ങളൊന്നും നീ കഴിക്കരുത്. നീ കഴിക്കുന്നവരെല്ലാം പടച്ച തമ്പുരാൻ നിനക്ക് അനുവദിച്ചത് മാത്രമാകണമെന്ന് ഈ മാനവ ലോകത്തോട് പ്രഘോഷണം ചെയ്തു. ആരാണിത് പ്രഘോഷണം ചെയ്യുന്നതെന്നറിയുമോ? മക്കയിൽ നിന്ന് ശാമിലേക്ക് കച്ചവടക്കാര് പോകുമ്പോ പാറക്കെട്ടുകളുടെ ഉള്ളിൽ പതിയിരുന്നിട്ട് നടന്നു പോകുന്ന കച്ചവടക്കാരനെ പിടിച്ചു നിർത്തി അവന്റെ കഴുത്തു വെട്ടിമാറ്റി അവന്റെ മടിശീലയിൽ നിന്ന് ദിർഹമുകൾ എടുത്ത് ഉക്കാല ചന്തയിലും മദ്യപിച്ചിട്ട് രാപ്പാടികളെ പോലെ നൃത്തം ചവിട്ടിയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളോടാണ് ഖുർആൻ പറഞ്ഞത്. രക്തബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത, സാമൂഹിക ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത, നന്മേതെന്ന് തിരിച്ചറിയാത്ത, നന്മയും തിന്മയും ഇരുട്ടും വെളിച്ചവും സത്യവും അസത്യവും തമസ്സും ജ്യോതിസും ഇരുളും വെളിച്ചവും പകലും രാത്രിയും സത്യവും അസത്യവും വ്യതിരക്തതയില്ലാതെ കടന്നുപോയ 6-ാം നൂറ്റാണ്ടുകളെ കാട്ടറബികളോടാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിൽ ഈ ഖുർആനിന്റെ വചനപ്പൊരുളിന്റെ പ്രഘോഷണം മുഴങ്ങിക്കേക്കട്ടെ. അവരോടാണ് പറഞ്ഞത്, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരവേ സ്വന്തം വീട്ടിലെത്തുമ്പോൾ സ്വന്തം വീട്ടിലെ പെണ്ണിന്റെ കിടപ്പറയിൽ നിന്ന് അന്യപുരുഷന്റെ സിൽക്കാര ശബ്ദം കേൾക്കുമ്പോ ആ സമയത്ത് കുതിരപ്പുറത്ത് ചാടിക്കയറി അയൽപക്കത്ത് കിടക്കുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവളെ കൈകൊണ്ട് കവർന്നെടുത്ത് കുതിരപ്പുറത്തിരുന്ന് ഭോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞ പെണ്ണ് ഉപഭോഗ വസ്തുവാണെന്ന് ലോകത്തോട് പ്രവൃത്തി കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്ത 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളോടാണ് പറഞ്ഞത്, വറസഖനാഹും മിനത് ത്വയ്യിബാത്, നല്ലത് മാത്രമേ നിന്റെ ആമാശയത്തിലേക്ക് പോകാവൂ, നല്ലത് മാത്രമേ ഭക്ഷിക്കാവൂ. നിന്റെ ഭാര്യക്ക്, നിന്റെ മക്കൾക്ക്, നിന്റെ മാതാപിതാക്കൾക്ക്, നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അഹിതകരമായ അപ്രിയകരമായ ആഹാരം കൊടുക്കരുത്. നല്ലതിനു മാത്രമേ ജീവിക്കാവൂ. എല്ലാം ഈ അരവയറ് നിറയ്ക്കാൻ വേണ്ടി അച്ഛനെ കൊന്നതും അരവയറിന്, അമ്മയ്ക്ക് വിഷം കൊടുത്തതും അരവയറിന്, പെണ്ണിനെ കെട്ടി തൂക്കിയതും അരവയറിന്, ആമാശയത്തിന് വേണ്ടി ആശയത്തെ പണയം വെച്ച് ഈ മനുഷ്യനെ കൊന്നെടുക്കുന്നവനോട്, മനുഷ്യ, മണ്ണുകൊണ്ട് പടച്ച നീ, മണ്ണിലേക്ക് മടങ്ങുന്ന നീ, 1/2 ഗ്രാം സ്വർണത്തിന് വേണ്ടി 1.5 വയസ്സുകാരിയെ കൊന്നുകൊടിയുന്ന കാപാലിക ലോകത്തോട് ഖുർആനിന്റെ വചന പ്രഘോഷണം മുടങ്ങിക്കേക്കട്ടെ. വറസഖനാഹും മിനത് ത്വയ്യിബാത്, നല്ലത് മാത്രമേ ഭക്ഷിക്കാവൂ, നല്ലതേ നിന്റെ കീഴിൽ ജീവിക്കുന്നവർക്ക് നീ കൊടുക്കാവൂ എന്നത് ഈ സമകാലിക ലോകത്ത് മുഴങ്ങിക്കേക്കേണ്ട ഏറ്റവും വലിയ നന്മയുടെ പ്രഘോഷണമാണ്. ആ നന്മയുടെ ഖുർആനിന്റെ വചനപ്പൊരുളുകൾക്ക് സ്വന്തം ജീവിതം കൊണ്ട് ഭാഷ്യം രചിച്ച ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ
പോരാ, ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ കൂടി റബീന്റെ പൊന്നമ്പിളി തിങ്കൾക്കല മദീന താഴ്വരയിലേക്ക് കൊടുത്തു വരുമ്പോ നവജാഹിലീയത്തിന്റെ കുന്നും പുറത്തു നിന്ന് മദീനയുടെ നായകനിലേക്ക് ലോകം ചുരിഞ്ഞു പോകുമ്പോ ആ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മദീനത്തുൻ നബവിയുടെ ഓരത്തിരുന്ന അനുയായികളോട് പറഞ്ഞു, പത്ര അനുയായികളെ, നാളെ അള്ളാഹുവിന്റെ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന നാളെന്നറിയുമോ? ആൾത്തിരക്കിലേക്ക് ബോംബും കെട്ടിവെച്ച് ചാവേറായി പൊട്ടിത്തെറിക്കുന്നവനല്ല, അങ്ങാടിയിലൂടെ നടന്നു പോകുന്നവനെ കത്തികൊണ്ട് കുത്തി വീഴ്ത്തുന്നവനല്ല, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ചാവേറുകളായി ബോംബ് സ്ഫോടനം നടത്തുന്നവരല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അള്ളാഹു പറഞ്ഞത്, വമൻ ഖതല നഫ്സൻ മുഅ്മിനൻ മുതഅമ്മിദാ, ആരെങ്കിലും ഒരു മനുഷ്യനെ മനഃപൂർവ്വം കൊന്നുകഴിഞ്ഞാൽ അവൻ കാലാകാല നരകത്തിനാണെന്ന് പറഞ്ഞു കൊടുത്ത ഖുർആൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുത്തു. അത്ര ആരോടെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിനോട്. ആരോടാണ് പറയുന്നത്? ഖത്താബിന്റെ മകൻ ഉമറിനോട്. ഉക്കാല ചന്തയിലേക്ക്, തിരക്കുള്ള ഉക്കാല ചന്തയിലേക്ക് ഇറങ്ങി വന്നിട്ട് എടുക്കടാ 20 ദിർഹമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഉമറിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടക്കാരൻ പറഞ്ഞു, പത്രേ ഉമറേ, കച്ചവടം തുടങ്ങിയിട്ടില്ല, സാധനങ്ങൾ വെളിയിലേക്ക് വെച്ചതേയുള്ളൂ, അതുകൊണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമോ ഉമറേ? അപ്പോൾ നിനക്ക് ഞാനിത് തരാമെന്ന് പറയുമ്പോ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ജീവിതമാണിത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞവനോട് അരയിൽ കിടന്ന വാളെടുത്തിട്ടവന്റെ വലത്തെ കൈ ഇങ്ങനെ കുട്ടിപ്പിടിച്ച് ആ വലത്തെ കൈയിലെ വലത്തെ വിരല് വെട്ടിമാറ്റിയിട്ട് ആ വെട്ടിമാറ്റിയ വിരലെടുത്തിട്ട് തന്റെ കഴുത്തിൽ കിടക്കുന്ന മുള്ളിൽ കുത്തിയിട്ട് കഴുത്തിന്റെ മാലയിൽ ചേർത്ത് പിടിച്ച് അവന്റെ വഴുത്തിലെ കാഞ്ഞു വെട്ടി ആ മനുഷ്യൻ വലത്തോട്ട് വീഴുമ്പോ വലത്തോട്ട് വീണ് കിടക്കുന്ന മനുഷ്യന്റെ ഇടത്തെ കൈ പൊന്തിച്ചെടുത്ത് അവന്റെ വിരല് വാളുകൊണ്ട് മുറിച്ചെടുത്തിട്ട് മുള്ളിൽ കോത്ത് തന്റെ കഴുത്തിൽ മാലയാക്കിയിട്ടിട്ട് അടുത്തവനോട് എടുക്കടാ 20 ദിർഹമെന്ന് പറഞ്ഞ നന്മയേടെന്നറിയാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത, സ്നേഹത്തിന്റെ കണിക പോലും ഹൃദയത്തിലോട്ട് കടന്നു ചെല്ലാത്ത ഖത്താബിന്റെ മകൻ ഉമർ അടക്കമുള്ള മാനസാന്തരം വന്ന ദൈവത്തിന്റെ അടിമകളോട് പറഞ്ഞു, പത്രേ എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ 3 പദവികളുണ്ട്. ആ സ്വർഗത്തിലൊരു പദവിയുണ്ട്. ആ പദവിയിലേക്ക് 3 ആളുകളല്ലാതെ 4ാമതൊരാള് കടന്നു പോവില്ല സ്വഹാബാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിലൊരു പദവിയുണ്ട്. ആ പദവിയിലേക്ക് 3 പേര് മാത്രമേ കടക്കൂ, 4ാമതൊരാൾ കടന്നു പോവില്ല. എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ ആ സ്നേഹത്തിന് നന്മയുടെ അനുരണനങ്ങൾ ചേർത്ത് പിടിച്ച് ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ ഒരു പദവിയുണ്ട്, അതിലേക്ക് 3 വിഭാഗം ആളുകളല്ലാതെ മറ്റൊരാൾ അവിടേക്ക് എത്തുകയില്ല. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും. പറമനുഷ്യന്മാരെ, നമുക്ക് അങ്ങോട്ട് എത്തണ്ടേ? അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാകട്ടെ. അതിപ്പോ ആരായിരിക്കും? മിക്കവാറും ഒന്നുകിലും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു ദിവസം 1,00,000 സ്വലാത്ത് ചൊല്ലിയ ആൾ അല്ലേ? സ്നേഹത്തിന്റെ സ്പർശനമില്ലാതെ എന്ത് ആത്മീയത? ആത്മീയത എന്നത് സ്നേഹത്തിന്റെ തൂവൽ സ്പർശമാണ്. ആ സ്നേഹത്തിന്റെ തലോടലില്ലാത്ത ആത്മീയത എവിടെയാണ്? 1ാമത്തെ ആളെ പറഞ്ഞപ്പോ നിശകളെ മുഴുവനും കണ്ണീരിന്റെ കരഞ്ഞു വീർന്ന കണ്ണീരുകൾ കൊണ്ട് നിസ്കാരപ്പായെ കണ്ണീരിൽ കുതിർത്തിയവനല്ല. 1ാമത്തവന് ദൂ റഹ്മിന് വസൂൽ, തന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചവൻ. നമ്മള് പോകുക പദവിയിലേക്ക്. 1,00,000 സലാത്ത് ചൊല്ലണ ആളുകളാണ് നമ്മൾ ചിലപ്പോ എത്തിയാന്. ഇതെത്തുവോ? എന്താണ് ഉണ്ടായിരിക്കുക? നമുക്ക് സ്വലാത്തില്ല, നിസ്കരിക്കുക, ഓക്കെ, റെഡിയാണ് നമ്മൾ. സ്നേഹത്തിന്റെ തൂവൽ സ്പർശമില്ലാതെ ആത്മീയത പൂർത്തിയാവുകയില്ല. 1ാമത്തത് ദൂ റഹ്മിന് വസൂൽ,
തന്റെ കുടുംബത്തിലൂടെ വന്ന ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചവൻ. സഹോദരി തെറ്റിപ്പോകുന്നുണ്ട്, സഹോദരൻ തെറ്റിപ്പോകുന്നുണ്ട്. ഞാനൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ എന്റെ ഈ കുടുംബ ബന്ധം നിലനിൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോ അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്താലും കുടുംബ ബന്ധത്തെ നിലനിർത്തുന്നവന് ഞാനൊന്ന് തല കുനിച്ചാലും വേണ്ടില്ല, ഞാനൊരൽപ്പം ജനമധ്യത്തിൽ ചെറുതായാലും വേണ്ടില്ല, പടച്ച തമ്പുരാൻ എഴുതി ചേർത്ത കുടുംബ ബന്ധം നിലനിൽക്കുമല്ലോ എന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നവന് ഞാനൊന്ന് ചെറുതായാലും കുഴപ്പമില്ല, എനിക്കൊരൽപ്പം തൽക്കാലത്തേക്ക് ഒരു പരാജയം വന്നാലും കുഴപ്പമില്ല, എന്നാലും എന്റെ റബ്ബെനിക്ക് നിശ്ചയിച്ചു തന്ന കുടുംബ ബന്ധം, ആ ബന്ധം നിലനിൽക്കുമല്ലോ എന്നോത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവൾ, അവൾക്ക് ചിലപ്പോ തൽക്കാലത്തേക്കൊരു പരാജയം ഉണ്ടാവാം. ചിലപ്പം ആ സമയത്തേക്ക് ചിലപ്പോൾ ഒരു പരാജയം ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ദേശം ആ സമയത്ത് നമ്മളെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി, എല്ലാവരും വികാരത്തിനടിമയായി ദേശത്തിൽ തിളച്ചു നിൽക്കുമ്പോ ആ സമയത്ത് ദേശത്തെ കടിച്ചമർത്തിയിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി തന്റെ കുടുംബ ബന്ധത്തെ നിലനിർത്തുന്നവർ, ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ എന്ന് പാടിയ മലയാളത്തിന്റെ മഹാകവി മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അതാ മലയാളത്തിന്റെ മഹാകവി ആരാ? തുഞ്ചത്തെഴുത്ത് കുഞ്ചൻ നമ്പ്യാരും തുഞ്ചത്തെഴുത്തച്ഛനും ഒക്കെ ജി ശങ്കരപ്പിള്ളയൊക്കെ ആ ശ്രേണിയിൽ നിലനിൽക്കട്ടെ. അവിടെയും കടന്നു വരുന്നുണ്ട് മലയാളത്തിന്റെ ഒരു മഹാകവി. മലയാളത്തിന്റെ പദാനുപദങ്ങൾ കോർത്തുവെച്ച തന്റെ കാവ്യ പല്ലജങ്ങൾ കൊണ്ട് ആത്മീയതയുടെ അനുഗ്രഹീതമായ അനുഭൂതിയിലേക്കൊരു ആരവത്തിലൂടെ ഈ മനുഷ്യരെ നയിച്ചു കൊണ്ടുപോയ, കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് മനസ്സിൽ നിന്ന് വന്ന ഈരടികളെ നിമിഷങ്ങളായി പറഞ്ഞുകൊടുത്ത മലയാള ഭാഷയുടെ വചനപ്രസാദനമായിരുന്ന മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മലയാളത്തിന്റെ മഹാസൗകുമാര്യമാണ്. തഴവ ഉസ്താദ് എഴുതി പാടുകയായിരുന്നില്ല, കിടക്കയിൽ ഇങ്ങനെ കിടക്കും. കരുനാഗപ്പള്ളി തടവയിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നവ്വറല്ലാഹു മർഖദ. കട്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. യാതൊരുവിധ തെറ്റുകളുമില്ലാതെ മനസ്സിൽ നിന്ന് പദങ്ങളെ കോർത്തിണക്കി പാടും. ശിഷ്യന്മാര് താഴെ ഇരുന്ന് എഴുതിയെടുക്കും. അതായിരുന്നു ശൈലി. നിമിഷ കവിയാണ് കുഞ്ചൻ നമ്പ്യാര്, നിമിഷ കവിയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ നിമിഷ കവിയുടെ പ്രാവീണ്യത്തെ കുറിച്ച് പറയണത്, വരമ്പിലൂടെ നടന്നു പോകുമ്പോൾ നാട്ടുപ്രമാണിയുടെ മോളും കുഞ്ചൻ നമ്പ്യാരും ഒരേ വരമ്പിൽ വന്നു. ഈ പാടവരമ്പ് നമുക്കറിയാലോ, ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോ നമ്പ്യാരോട് നാട്ടുപ്രമാണിയുടെ മോൾ ആ പ്രമാണിത്വത്തിന്റെ ഗർവിൽ പറഞ്ഞു, മാറി നിൽക്കടാന്ന്. കുഞ്ചൻ നമ്പ്യാരെ എടാന്ന് വിളിച്ചു. അദ്ദേഹത്തിന് വലിയ അഭിമാനത്തിന് വിടണം വെച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോ നാട്ടുപ്രമാണിയുടെ മോൾക്ക് വയറുവേദന വന്നു. ചികിത്സക്ക് മരുന്ന് നേടി ഈ പെണ്ണ് കുഞ്ചൻ നമ്പ്യാരുടെ മുമ്പിലെത്തി. കുഞ്ചൻ നമ്പ്യാരോട് ചോദിച്ചു, വയറുവേദനയാണ്, മരുന്ന് വേണം. നേരത്തെ എടാ എന്ന് വിളിച്ചു, ഒരു പ്രാവശ്യം എടാ എന്ന് വിളിച്ചതിന് 8 പ്രാവശ്യം എടീന്ന് തിരിച്ചു വിളിച്ച് കുഞ്ചൻ നമ്പ്യാര് പകരം വീട്ടിന്നാണ്. അപ്പൊ തന്നെ നിമിഷ കവി പറഞ്ഞു, അമ്മിക്കുരുന്നടി അലകിൻ പിടിയടി എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാർ ഒരു മരുന്ന് പറഞ്ഞു എന്നാണ്. അമ്മിക്കുരുന്നടി അലകിൻ പിടിയടി. അമ്മിക്കുരുന്ന്, അമ്മി അറിഞ്ഞൂടെ? അമ്മി മുളകരക്കണ അമ്മി, ആ അമ്മിയുടെ കുരുന്നെടുക്കാം, മരുന്ന് പറഞ്ഞു കൊടുക്കണം. അമ്മിക്കുരുന്ന്, അമ്മിയുടെ കുരുന്നെടുക്ക. അലകിൻ പിടി, അലകിന്റെ പിടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്പട്ടിക്കിടുന്ന ഇവിടെ എന്താ പറയാ, കവുങ്ങ്. ആ കവുങ്ങിന്റെ പിടിക്കാണ് അലകിൻ പിടി എന്ന് പറയാ. ആ അലകിന്റെ പിടി. അങ്ങനെ ഒരു പ്രാവശ്യം എടാ എന്ന് വിളിച്ചതിന് അവസരം കിട്ടിയപ്പോ കുഞ്ചൻ നമ്പ്യാർ 8 പ്രാവശ്യം എടീന്ന് തിരിച്ചു വിളിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പ്രാവീണ്യത്തിൽ. അത്രയ്ക്ക് വലിയ നിമിഷ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അതേ ശ്രേണിയിലൂടെ മലയാള കാവ്യത്തിന്റെ വടിയിലൂടെ നടന്നു. ആരും തിരിച്ചറിഞ്ഞെങ്കിലെങ്കിലും അംഗീകരിക്കാതെ പോയ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴാണ് ഒരാൾ വന്നത് തഴവ ഉസ്താദിനോട്, ഉസ്താദേ രോഗമാണ്, ദുആ ചെയ്യണം. പറഞ്ഞു തീർന്നില്ല. മലയാളത്തിന്റെ കാവ്യ സൗകുമാര്യം ഇതൾ വിടത്തി. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ. ഇത്ര സുന്ദരമായിട്ട് ആര് പറയും?
ഇത്ര രജിസ് ഉണ്ടല്ലോ ഇതിന്റെ ഒരു ഈ മലയാള കവിതക്കൊക്കെ ഒരു കവിതയ്ക്ക് ഒരു പ്രത്യേക നിയമമുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിച്ചു വേണം. അല്ല തോന്നിയത് പാടിയ കവിതയാവൂല. കവിത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു നിയമമുണ്ട്. കാവ്യത്തിന് നിയമമുണ്ട്, ഗദ്യത്തിന് നിയമമുണ്ട്, പദ്യത്തിന് നിയമമുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഉപമ, ഉൾപ്രേക്ഷ, മറ്റൊന്നിൻ എന്താ പഠിക്കണവരല്ലേ? മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൾപ്രേക്ഷാക്കാലം കൃതി. 7ാം ക്ലാസ് ഞാൻ പഠിച്ച, പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. ഇപ്പൊ ഓർമ്മ ഒന്ന് പാടിയ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൾപ്രേക്ഷാക്കാലം കൃതി. ഇതാണ് ഉൾപ്രേക്ഷ. ഇതൊക്കെ പാട്ടുകളുടെ, ഗദ്യത്തിന്റെ, കവിതകളുടെ നിയമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരേപോലെ അവസാനിക്കുന്നു. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ. ഇങ്ങനെ മലയാള കവിതയുടെ സൗകുമാര്യത്തെ തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞ മഹാനായ തഴമ ഉസ്താദാണ് നമ്മോട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ മജ്‌ലിസുൻ നൂറിന്റെ വാർഷിക സമ്മേളനത്തിലേക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, നാം മനുഷ്യരാവുക, നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളെ നന്മയുടെ വെളിച്ചത്തിലൂടെ നടത്തിക്കൊണ്ടുപോവുക. സഹോദര, ഈ വൈരാഗ്യങ്ങളും പിടിവാശികളും മത്സരങ്ങളും വളർന്ന് അവസാന കൂടെ കിടക്കുന്നവനെ അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്ന ഗാർഹികമായ കാലുഷ്യങ്ങളുടെ കാലങ്ങളിലൂടെ നടന്നു പോകുമ്പോ നാം ഓർക്കേണ്ടതൊന്നു മാത്രമാണ്. നമ്മുടെ ഗാർഹിക ജീവിതങ്ങൾ എവിടെയാണ് വെളിച്ചമുണ്ടാകേണ്ടത്? സൂര്യന്റെ വെളിച്ചം കുറഞ്ഞു പോകുന്നെന്ന് നാം പരിതപിക്കുന്നതെന്തിന്? ഓസോൺ പാളികളിൽ സുഷിരം വീണപ്പോ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോ അതിനെക്കുറിച്ച് നാം ആകുലപ്പെടുന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നില്ലയോ? നമ്മുടെ വീട്ടിന്റെ ഉള്ളിലെ വെളിച്ചവും തെളിച്ചവും നഷ്ടപ്പെടുന്നില്ലയോ? എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥകൾ പറഞ്ഞു ഉള്ളത് കൊണ്ട് പങ്കുവെച്ച് ഒരു നേരത്തെ അരക്കഞ്ഞിയും കുടിച്ചിട്ട് വയറ് നിറച്ചിട്ട് സന്തോഷത്തോടെ കടന്നുപോയി. കീറിപ്പറഞ്ഞു കിടന്ന തഴപ്പായിൽ അച്ഛനും അമ്മയും മക്കളും ഉമ്മയും വാപ്പയും പൊന്നുമോനും കിടന്നുറങ്ങി സന്തോഷത്തോടെ എഴുന്നേക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അന്നം നന്ന, ആഹാരം നന്ന, സ്വച്ഛന്തമായ വിശ്രമത്തിന് അവസരം തന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പോയ നമ്മുടെ പ്രഭാതങ്ങൾ എവിടെ? നമ്മുടെ വീടുകളിലേക്ക് ഇരുട്ട് തുളച്ചു കയറുകയാണ്. അതുകൊണ്ട് സഹോദര, സഹോദരി, ആദ്യം വെളിച്ചമുണ്ടാകേണ്ടത് നമുക്കാണ്. ആ സ്വർഗത്തിലെ പദവിയിലേക്ക് ആദ്യം എത്തുന്ന ആൾ ദുർറഹ്മിന് വസൂൽ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നവർ, ഈ കണ്ണി അറ്റാടെ അവനവന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ, മത്സരിക്കാനല്ല, ചെറിയ ചെറിയ വാഗ്വാദങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല കുടുംബ ബന്ധമെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ താരെന്നറിയോ? അല്പനേരമാണ് കേട്ടതെങ്കിലും ഈ വാക്കുകൾ ഹൃദയത്തിൽ കുതിച്ചിടണേ. ഓരോ രക്ഷകർത്താക്കളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമനാരെന്നറിയുമോ? കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കടങ്ങൾ മുഴുവനും ഉറക്കം കെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുമ്പോഴും തന്റെ ഭാര്യക്കും മക്കൾക്കും തന്റെ ചെലവിൽ കഴിയുന്ന മാതാപിതാക്കൾക്കും ഒരൽപ്പം പോലും ഹറാമിന്റെ ഭക്ഷണം കൊടുക്കാത്ത കുടുംബനാഥൻ. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തുമാറാകട്ടെ. ഇത് ചുമ്മാ ആസ്വദിക്കാനല്ല, ഇത് ചില മൂല്യങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുന്ന മൂല്യങ്ങളാണ്. കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു വിധത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ആത്മഹത്യയുടെ വക്കിലാണ്. എന്നാലും തന്റെ ഭാര്യക്കും മക്കൾക്കും തന്റെ ചെലവിൽ കഴിയുന്നവർക്കും ഒരൽപ്പം ഹറാമ് പോലും കൊടുത്ത് ആഹാരം കൊടുക്കാത്ത രക്ഷകർത്താവ് കുടുംബനാഥൻ ആവാൻ പറ്റുമോ? 5 നേരം നിസ്കരിക്കാൻ അത്ര പ്രയാസകരമാവില്ല. ഇനി ഒന്ന് തഹജ്ജുദ് എഴുന്നേറ്റിട്ട് നിസ്കരിക്കെന്ന് പറഞ്ഞാലും അതും ഒരു പ്രശ്നമാവില്ല. പക്ഷെ ഇതൊരു ജീവിതത്തിന്റെ മൂല്യമാണ്. ഈ മൂല്യം എന്നത് തിരിച്ചറിയേണ്ടതാണ്. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുമാറാവട്ടെ. എന്താ ആമീൻ പറയാത്തെ?
ഇപ്പൊ സ്വർഗത്തിൽ എത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര ആമി ഉണ്ടായേനെ. നമ്മളിങ്ങനെ ഓടലോടെ സ്വർഗത്തിൽ പോകാൻ പറ്റിയ വഴി അന്വേഷിച്ചെടുക്കാൻ ആ വഴികളാണിത്. ആ വഴികൾ ചില മൂല്യങ്ങളാണ്, ജീവിതത്തിൽ നാം പുലർത്തുന്ന നിഷ്കർഷകളാണ്. അങ്ങനെ ആവാൻ പറ്റുമോ? എന്നാൽ ഈ ഭൂമിയിലെ കുഴപ്പങ്ങൾ അവസാനിച്ചല്ലോ. ഇന്നത്തെ കൂടത്തായി കൊലപാതക പരമ്പരയിൽ ആ പെണ്ണിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാ പറയാ. അത് തീർക്കാനാണ് 6 ജന്മങ്ങളെ. അതിലൊരു ജന്മമാരെന്നറിയുമോ? 2 വയസ്സ് പോലും തികയാത്ത, വളപ്പൊട്ടുകളുടെ കിലുക്കം കേട്ട് കൊതി തീരാത്ത, ജാലകവിരിയിലൂടെ ചിത്രശലഭങ്ങളോട് കഥ പറഞ്ഞ് കാത്തിരുന്ന ഒരു കുരുന്നു മോളുമുണ്ടായിരുന്നത്രേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമേൻ പറയാതെ പറ്റൂല. ആ വെളിയിൽ നിൽക്കണവരൊക്കെ അകത്തോട്ടിരിക്കും. അല്ലാഹു നമുക്ക് ആ മഹാപദവി നൽകട്ടെ. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും തന്നെ ആശ്രിതർക്ക് നിഷിദ്ധമായ ഒരു തുള്ളി ഭക്ഷണം കൊടുക്കാത്ത കുടുംബനാഥന് അല്ലാഹുവേ നീ ഞങ്ങളെ അതിൽ എത്തിക്കണേ തമ്പുരാനെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്. അവർക്ക് പോകാനൊരവസരം ഞാൻ ഇരുത്തിയുണ്ട്. ഇതിൽ ബുദ്ധിമുട്ടണ്ട. ഈ മനുഷ്യ നന്മകളുടെ മുഖങ്ങളെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ മൂല്യങ്ങളാണ് ഇവരെയൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മൂല്യാധിഷ്ഠിതമാവണം, ആദർശാധിഷ്ഠിതമാവണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. 3-ാമത്തെ ആൾ. ഇനി ആ വെളിയിരിക്കുന്ന ആളുകളൊക്കെ അകത്തോട്ട് കയറിയിരുന്നാല് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ല വേറൊന്നുമില്ല. എല്ലാരും ഒന്ന് അകത്തോട്ട് കയറിക്കോളി. ഇരിക്കണ കസേരകളൊക്കെ മുമ്പിൽ ഇരിക്കണവരൊന്ന് പൂർണ്ണമാക്കിയിരിക്കും. ഇതാ മുമ്പിൽ കുറെ കസേരകള്. അപ്പൊ ബാക്കിൽ ആളിരുന്നോളൂ. ഇപ്പൊ നമുക്കിപ്പോ 1000 കൂടി ഇപ്പൊ നാളെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് ഫോട്ടോ ഒന്നും പറയണ്ട, ഉള്ള ആളുകൾ അടുത്തടുത്തിരിക്കും. അത്ര വലുതായിട്ട് നീണ്ടുപോലെ ഇടിയൊക്കെ വെട്ടണുണ്ട്. ആ വടി ഒഴിവാക്കി ഇടണമെന്നാണ്. കാരണം അവർക്ക് ബക്കറ്റൂരിന് പോകാനുള്ളതാണ്. അല്ല വേറെ വിഷമമുണ്ടായിട്ടൊന്നുമല്ല. ബക്കറ്റൂര് മുടങ്ങും എന്നുള്ളൊരു ഭീതിയിലാണ് വഴി ഒഴിവാക്കിയിടുന്നത്. ആ ബാക്കിയിരിക്കുന്ന സഹോദരങ്ങൾ ഒന്നും മുമ്പോട്ട് കയറിയിരിക്കും. എല്ലാവരും ഒരു ചുവട് മുമ്പോട്ട് കയറി. മുമ്പിലൊരു കസേര പോലും കാലിയാവരുത്. എന്നാലും വെളിയിൽ നിൽക്കുന്നവർക്ക് അകത്തോട്ടിരിക്കാൻ സൗകര്യം ഉണ്ടാവും. ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ എന്നാണ് അർത്ഥം. അനുസരണയുള്ള ആളുകളൊക്കെ മുമ്പോട്ടിരിക്കും. മുമ്പോട്ട്. അൽഹംദുലില്ലാ. അല്ലാഹു മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. പെട്ടെന്ന് നിർത്താൻ കുഴപ്പമില്ല. 12 മണിയാ. ഒന്നും പോട്ട് കയറി സഹോദരൻ, പെട്ടെന്നല്ലേ. നമുക്കൊരു ഇതിന് മജ്‌ലിസുന്നൂറിന്റെ വാർഷികമാണ്. 100 സ്വലാത്ത് നമുക്ക് ഈ വാളിന്റെ ഇടയിൽ ചൊല്ലണം. അവസാനം നമുക്ക് കാര്യമായിട്ട് ദുആ ചെയ്യണം. ആ സമയത്ത് കുറെ കാര്യങ്ങൾ പറയാം. നമുക്ക് വലിയൊരു വിഷയമൊന്നും പറയാനുള്ള സമയമല്ല. പക്ഷേ പുതിയ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ നാം അറിയേണ്ട ചില ബോധ്യങ്ങളുണ്ട് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്. സഹോദരിമാരെ അകത്തോട്ട് കയറിക്കോളും, മഴ വരുന്നുണ്ട്. എല്ലാവരും ഒരു മുൻസലാത്ത് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഉറക്കെ. എല്ലാവരും അകത്തോട്ട് വരും. توسلنا ببسم الله وبالحادي رسول الله وكل مجاهد لله
بأهل البدير يا الله صلاة الله سلام الله. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസുൻ നൂർ എന്ന മഹിതമായ പ്രകാശമേത് ിൽ നിന്ന് നമുക്ക് വന്നതാണോ? അസ്ഹാബുൽ ബദർ എന്ന ഈ ലോകത്തിന്റെ കാര്യദർശികള് ഏത് സവിധത്തിൽ നിന്നാണോ ഭൂലോകത്തിന് സമ്മാനിക്കപ്പെട്ടത്, ഈ ലോകം കണ്ടിട്ടില്ലാത്ത പാരിഷ്യത്തിന്റെ ഉടമകളായ ബദരീങ്ങൾ, ഹുമുൽ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദതൻ കുബ്റാ. ഈ നന്മയുടെ പതാകവാഹകരുടെ വാക്കുകൾ പറഞ്ഞ്, നാമങ്ങൾ പറഞ്ഞ് അവിടുത്തെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു. തിരു ഹബീബേ, ഞങ്ങളുടെ സ്വലാത്തുകളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമത് പറയുകയാണ്, ആ സ്വർഗീയ പദവിയിലേക്ക് ആനയിക്കപ്പെടുന്ന മൂന്നാമത്തെ സൗഭാഗ്യശാലി ആരെന്നറിയുമോ? നന്മയുള്ള കാലത്ത്, തനിക്ക് ബുദ്ധിമുട്ടുള്ള കാലത്ത് തന്റെ സുഹൃത്തിന് അടുക്കൽ ചൊല്ലുമ്പോ അവനന്ന് വലിയ അനുഗ്രഹത്തിലാണ്. പക്ഷെ അവൻ നിന്നെ ആട്ടിയോടിച്ചു. പിന്നീട് കാലം മാറിയപ്പോ അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോയി. അനുഗ്രഹങ്ങളെല്ലാം നിന്റെ കയ്യിൽ വന്നപ്പോ അന്ന് നിന്നെ ആട്ടിയോടിച്ചവൻ നിന്നെ കൺമുമ്പിൽ വന്ന് യാചിക്കുമ്പോ പഴയകാലത്തെ പ്രതികാരത്തിന്റെ കണക്ക് പറയാതെ ആട്ടിയോടിച്ചവന് നന്മയുടെ കൈകൾ നീട്ടിക്കൊടുക്കുന്ന ഹൃദയവിശാലതയുള്ളവനാരോ അവനാണ് സ്വർഗീയ പദവിയിലേക്ക് എത്തുന്നതെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്, സ്വർഗമെന്ന് പറയുന്നത് മൂല്യങ്ങളുടെ അധിഷ്ഠിതമായ ഒരു സ്വർഗസ്ഥാനമാണ്. അതിലേക്ക് കടന്നു ചെല്ലണോ? ഈ നന്മകളുടെ വശങ്ങളിലൂടെ നാം കടന്നു ചെല്ലണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ കുടുംബവും നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മര്യാദകളെ കുറിച്ചാണ്. ഇന്നത്തെ ഈ പത്രവാർത്ത കേട്ട് നടുങ്ങി തറച്ചു നിൽക്കുമ്പോ അരുങ്കൊല ചെയ്യുന്ന മനുഷ്യരുടെ മുമ്പിൽ ഈ അസുരന്മാര് പാർക്കുന്ന വേതാള നഗരം പോലെ നമ്മുടെ ഭൂമി അധപ്പതിച്ചു പോകുമ്പോ, സഹോദര, ഒരൽപ്പം മണ്ണിന് വേണ്ടി, ഒരൽപ്പം സ്വത്തിനു വേണ്ടി എന്തിനാണ് ഈ അത്യാഗ്രഹം? എന്തിനാണ് ഈ ജീവിതത്തെ നാം ഈ ഒരു തുണ്ടും മണ്ണിൽ കൊണ്ടുപോയി പിടിച്ചു കെട്ടിയത്? കുറെ സ്വർണം കിട്ടിയിട്ടെന്ത് കാര്യ സഹോദരി? കുറെ പറമ്പും മാളികയും കിട്ടിട്ടെന്ത് കാര്യ സഹോദര? അതിനെല്ലാം അപ്പുറം ഈ ഭൂമിയിലെ ജീവിതത്തിനൊരു സുഖം വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇന്ന് ആലപ്പുഴയുടെ ഈ ചുറ്റുവട്ടത്തിൽ എത്രയെത്ര വീടുകൾ, ആ വീടുകൾക്കൊക്കെ നല്ല താടിക കുടങ്ങളുണ്ട്, ഭീമാകാരമായ വാതായനങ്ങളുണ്ട്, ശില്പചാതുരിയ മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന ബെഡ്റൂമുകളുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിൽ സ്നേഹം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? നിങ്ങളൊന്ന് മറുപടി പറ. ആ വീടുകളുടെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് സ്നേഹത്തിന്റെ കഥയാണ് പറയാൻ കഴിയുക? മണിമാളികയുണ്ടെങ്കിലും ആ മണിമാളികയ്ക്കുള്ളിൽ താമസിക്കുന്നവരുടെ ഇടയിൽ സ്നേഹമില്ലെങ്കിൽ എന്തു മന്ദിരം? എത്ര വലിയ വീടാണെങ്കിലും ആ വീട്ടിലോട്ട് വരുന്ന ബന്ധുവിനെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിയുന്ന ഹൃദയം നമുക്കില്ലെങ്കിൽ ആ വീട്ടിലെ പാപ്പിനെന്ത് സുഖമാണുള്ളത്? എല്ലാം പണത്തിനു വേണ്ടി, എല്ലാ സ്വർണത്തിന്റെ കണക്ക് പറയാൻ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ മുഴുവനും അവകാശ തർക്കങ്ങളുടെ ഇടയിൽ ബന്ധിക്കപ്പെടുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവിടുത്തെ പ്രിയ പത്നിമാർ ഒരു ആവലാതിയുമായി വന്ന കഥ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള പത്നിമാർ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്
വയാ ഹബീബല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പട്ടിണി സഹിക്കാൻ കഴിയുന്നില്ല. ഒരു നേരമല്ല 2 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് തരണം നബിയെ. ഞങ്ങൾ ദിവസങ്ങളായി പട്ടിണിയിലാണ്. 2 നേരം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് പട്ടിണി കിടന്ന് വിശപ്പിന് ആവലാടി സഹിക്കാൻ കഴിയാറ് അവിടുത്തെ പത്നിമാര് ഹബീബായ നബി തങ്ങളെന്ന ഭർത്താവിനോട് ആവലാടി പറഞ്ഞു അത്രേ. ചരിത്രം പറയാൻ സമയമില്ല. ആ ഒരൊറ്റ കാരണത്താൽ പട്ടുസാരി വേണമെന്നല്ല, വലിയ ഭക്ഷണം വേണമെന്നല്ല, നല്ല വിശാലമായ മൊബൈൽ ഫോൺ വേണമെന്നല്ല, ഒരു ദിവസം 1 നേരം ഭക്ഷണം കഴിച്ചു കുഴഞ്ഞു. യാ റസൂലല്ലാഹ്, നബിയെ 2 നേരം ഭക്ഷണം കഴിക്കാനുള്ള സാമഗ്രികൾ ഞങ്ങളുടെ വീട്ടിൽ വേണമെന്ന് ഭാര്യമാർ ഒന്നടങ്ങുമെന്ന് ആവശ്യം പറഞ്ഞപ്പോ അവരോട് പിണങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ 1 മാസം പള്ളിയിൽ പോയി താമസിച്ചത്രേ. 2 നേരം ഭക്ഷണം കഴിക്കണമെന്ന ന്യായമായ അവകാശവുമായി തന്നെ മുമ്പിലേക്ക് വന്ന പ്രിയ പത്നിമാരോട് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് പിണങ്ങിയത്രേ. നമ്മുടെയൊക്കെ മാനദണ്ഡം അനുസരിച്ചിട്ട് പിണങ്ങാനുള്ള ചോയ്സ് ഇവിടെയില്ല. ഭാര്യമാര് ചോദിച്ചത് ന്യായമായ അവകാശമാണ്. ഒരു ദിവസം 3 നേരം വേണമെന്നല്ല, 2 നേരമെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണം വേണമെന്ന് ചോദിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവ് പിണങ്ങി പള്ളിയിൽ പോയി താമസിച്ചു അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വേണമെന്ന് അവരാട് പറഞ്ഞ ഭാര്യമാരുടെ കാര്യത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേൾക്കുന്നില്ലേ? നാട്ടുവർത്താനം പറയാനുള്ള സമയമില്ല. കുറെ നാളായി ആലപ്പുഴ വാളു പറഞ്ഞിട്ട്. ഇപ്പൊ പറയണത് കുറച്ചാണെങ്കിലും ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപുല്യവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പറയണ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തപ്പെടണം. പെണ്ണുങ്ങൾ കേൾക്കണണ്ട ന്യായമായ അവകാശം. പെണ്ണിന്റെ ചോദ്യം എന്താ? ഞാൻ പറയണ ന്യായമല്ലേ? ന്യായവും അന്യായവും വേർതിരിച്ചാൽ ഈ ഭൂമിയിൽ ചിലപ്പോ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണമെന്നില്ല. ഓരോരുത്തർ ഭാര്യയുടെ ഭാഷയിൽ ചോദിച്ചാലും ഭർത്താവിന്റെ ഭാഷയിൽ ചോദിച്ചാലും ഞാൻ പറയുന്നത് ന്യായമല്ലേ? ന്യായാന്യായങ്ങളുടെ ഇടയിൽ സന്തോഷം കടന്നു വരണമെന്നില്ല. വിട്ടുവീഴ്ചയുടെയും പങ്കുവെക്കലിന്റെയും ഇടയിലാണ് സന്തോഷമെന്ന കളിച്ചപ്പിന്നെ മൂട് തുറക്കുക. ചോദ്യം ന്യായമാണ് നബിയെ. ഒരു ദിവസം 1 നേരം കഴിച്ചു പറ്റൂല യാ റസൂലല്ലാഹ്. 2 നേരം 3 നേരം വേണ്ട, 2 നേരം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ബാക്കിലിരിക്കുന്നവർക്ക് കേട്ടൂടെ? കേൾക്കാമോ? ബൈക്കിരിക്കുന്നവർ കേൾക്കാവോ? കേൾക്കാമെന്ന് കൈവക്കി. ഏറ്റവും ബൈക്കിൽ നിൽക്കണവര്, ഈ കൈവക്കാത്തവരൊക്കെ കേൾക്കാൻ പറ്റാത്തവരാണ്. നന്നായിട്ട് ഇത് കേട്ട് ഈ മഴയുടെ ശബ്ദം ഇല്ലാതെ നന്നായിട്ട് തിരിഞ്ഞ് കേൾക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് കൈവക്കി. നിനക്ക് ഫ്രണ്ട് ഇരുന്നിട്ട് കേൾക്കാൻ പറ്റണില്ലേ? അത് ഊരി താഴെ വെക്ക. അതാത് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ന്യായമാണ് ചോദ്യം, പക്ഷേ ഭർത്താവ് അംഗീകരിച്ചില്ല. ഭർത്താവ് അംഗീകരിച്ചില്ല. ആരാ ഭർത്താവ്? ഭർത്താവ് 5 സ്റ്റാർ ഹോട്ടലിൽ കിടപ്പും ഭാര്യ വന്നിട്ട് 2 നേരം ഭക്ഷണം ചോദിക്കുമ്പോൾ ഭർത്താവ് അംഗീകരിച്ചില്ലെങ്കിൽ അത് മാന്യത എന്ന് പറയാൻ കഴിയില്ല. ഭർത്താവ് ആരാ? ഇന്നലെ രാത്രി വന്നിട്ട് ജിബ്രീൽ എന്നോട് ഉഹദ് പർവ്വതം സ്വർണമാക്കി തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, എനിക്ക് ദാരിദ്ര്യമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ജിബ്രീലിനെ ഞാൻ മടക്കി അയച്ചു സൈനബേ എന്ന് തന്നെ മകളോട് വർത്തമാനം പറഞ്ഞ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ നഫസിൽ ഹേ നമഹൽ സറാ തെരി ഫർശ് ഹേ വഹി ബൂരിയ
തേരി ജിസ്മെ പാകു പീകു കുബാ. ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ടതിന്റെ മുകളിൽ കിടന്നുറങ്ങിയ ഭർത്താവ്, ആ ഭർത്താവ് അങ്ങനെ കിടക്കേണ്ട ആളല്ല. കാരണം ആ മനുഷ്യന് കോടീശ്വരനാവാൻ കഴിയാത്തത് കൊണ്ടല്ല. കാരണം ആരാണ് സംരക്ഷകൻ എന്നറിയുമോ? വല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുൻതഹാ മഖാമു വൽ മഖാമു മഹ്മൂദു. അല്ലാഹുവാണ് യജമാനൻ, ജിബ്രീലാണ് സേവകൻ, സിദ്റത്തുൽ മുൻതഹയാണ് ലക്ഷ്യസ്ഥാനം. ആകാശലോകത്തിന് അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട നായകനാണ്. പക്ഷേ വേണ്ട വേണ്ട, എനിക്ക് ഈ പരുപരുത്ത ഈത്തപ്പന മരത്തിന്റെ ഓലയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കിടന്ന ആ ഭർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പള്ളിയിൽ പോയി അന്തി ഉറങ്ങി, ഭാര്യമാരോട് പിണങ്ങി. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക. ഓ നബിയേ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അലീമാ. ആ ഭാര്യമാരോട് പറയുക, അവർക്ക് ഏറ്റവും വലുത് അല്ലാഹുവും അവന്റെ തിരുദൂതരും അല്ലാഹുവിന്റെ സ്വർഗവുമാണെങ്കിൽ, ആ സ്വർഗവും അല്ലാഹുവിന്റെ തൃപ്തിയും തിരുദൂതരുടെ സാമീപ്യവും അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് നബിയെ. ഭൗതിക ലോകത്തിന്റെ സുഖേച്ഛകളല്ല, ആഖിറത്തിന്റെ സന്തോഷമാണ് വലുതെങ്കിൽ അവരോട് സഹിക്കണമെന്ന് പറയ നബിയെ. പട്ടിണി സഹിക്കണം, ബുദ്ധിമുട്ടുകൾ സഹിക്കണമെന്ന് പറയ നബിയെ. അതല്ല ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്ത ദുനിയാ വസീനതഹാ. ഈ ആയത്തന്നെ കേൾക്കാൻ ഇവിടെ എത്തിയ ആലപ്പുഴയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ് ഞാൻ. അടുക്കളയുടെ കരിപുരണ്ട 4 ചുവരുകളുടെ ഉടയിൽ സങ്കടങ്ങൾ വീർപ്പ് മുട്ടിയിട്ട് ആരും കാണാതെ തലയണയിൽ കമന്ന് കിടന്ന് കൺവിൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലി തൊടുകി ദുഃഖത്തിന്റെ സങ്കടക്കടലും വേറിയ പെങ്ങളെ, പ്രയാസങ്ങൾ കണ്ണുനീര് തുള്ളികളായി ഒഴുക്കി കളഞ്ഞവളെ, ഇത് ഭൂമിയാണ് മോളെ, ഇത് ദുനിയാവാണ് മോളെ, ഇത് സങ്കടപ്പെടാനുള്ളതാണ്. പക്ഷേ അല്ലാഹുവിന്റെ ആഖിറമാണ് വലുതെങ്കിൽ സഹിക്കുക, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, മനസ്സിനെ പിടിച്ചു നിർത്തുക. അതല്ല വഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്ത ദുനിയാ വസീനതഹാ. ഈ ഭൗതികമായ ലോകവും അതിന്റെ ആർഭാടവും അതിന്റെ ആട്ടവും കളിയും തമാശയും മതി നിങ്ങൾക്കെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചെങ്കിൽ ഫതആലൈന, അപ്പെണ്ണുങ്ങളോട് വരാൻ പറയും നബിയെ. എപ്പെണ്ണുങ്ങൾ എന്നറിയോ? ആയിഷയോട് വരാൻ പറയും നബിയെ. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൾ ആയിഷയോട്, സൈനബിനോട്, ഹഫ്സയോട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സയോട്, സൗദയോട്, റംലയോട്, സൈനബിനോട് വരാൻ പറയും നബിയെ. ഉമ്മത്തിൽകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. ഖുർആനാണ് പറയുന്നത്, ബാക്കവിയുടെ വാക്കല്ല. ആ പെണ്ണുങ്ങളോട് തലാഖ് ചൊല്ലിക്കോളൂ നബിയെ. ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ ഇതേ പറ്റൂ, മുത്ത് റസൂലിന്റെ ഗേഹത്തിൽ ഇങ്ങനെ പറ്റൂ. ഇത് ദുനിയാവിനെ ലക്ഷ്യമാക്കി കണ്ട സമൂഹമല്ല, ഇത് ആഖിറത്തിലെ പ്രയാണത്തിലേക്ക് എന്റെ പുറകെ കൂടിയ സ്വാർത്ഥവാഹക സംഘമാണ്. തിരു ഹബീബിന്റെ റൗളയിൽ ഇതേ പറ്റൂ. അതിന് നിങ്ങൾക്ക് പട്ടിണി സഹിക്കാൻ കഴിയില്ലെങ്കിൽ തലാഖ് ചൊല്ലിക്കോളാം, ജീവനാംശം തന്നുകൊള്ളാം. അവരെ പറഞ്ഞു വിട്ടേക്ക് യാ റസൂലല്ലാഹ്. ഏതാണ് ഗാർഹിക ജീവിതത്തിന്റെ വെളിച്ചമെന്ന അടിസ്ഥാന ഖുർആൻ പറയുന്നത്? ഏത് വീട്ടിന്റെ ഉള്ളിലും വെളിച്ചമുണ്ടാകണോ? അടിസ്ഥാനപരമായ ചിന്ത ഒന്നാവണം. ഇത് ആഖിറത്തിലേക്ക് പോകാനുള്ള ജീവിതമാണ്. ഇത് ഭൂമിയുടെ കളിയാട്ടങ്ങളല്ല, ഇത് ഭൂമിയുടെ കൂട്ടിക്കലാശങ്ങളല്ല, ഇതിവിടുത്തെ ആമോദവും ആനന്ദവും ആഹ്ലാദവും അഭിരമിക്കുന്ന ആനന്ദരാത്രികളുടെ സമ്മേളനങ്ങളല്ല, ഇത് ആഖിറത്തിലേക്കുള്ള സമ്മേളനമാണ്.
في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم هم അവരും അസ്വാജുഹും അവരുടെ ഭാര്യമാരും എന്ന് ഓതുന്ന യാസീനല്ലേ മഗ്രിബ് കഴിഞ്ഞോതുന്ന യാസീനിൽ അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? ഹും അവരും അസ്വാജുഹും അവരുടെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരും സ്വർഗത്തിലെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ അവര് കെട്ടിപ്പിടിച്ചിരിക്കുമത്രേ. അല്ലാഹുവേ, ഞങ്ങളുടെ കിടപ്പറയുടെ ബന്ധങ്ങളെ നീ സ്വർഗത്തിന്റെ കിടപ്പറ വരെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ലഹും ഫീഹാ ഫാകിഹത്തുൻ, അവരുടെ മുമ്പിൽ അവരിട്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ പടച്ച റബ്ബ് കൊടുക്കുമത്രേ. സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ. ഇവിടെ ഒരു നേരത്തെ 1 കിലോ ഫ്രൂട്ട്സ് വാങ്ങിച്ചു തരാൻ എന്റെ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആഖിറത്തിൽ ചെന്നപ്പോഴോ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മംഗൂദ്, നല്ല നിരനിരയായി കുലച്ചു നിൽക്കുന്ന കദളിവാഴ കുലകൾ. ഫീഹാ ഫാകിഹത്തുൻ വനഖിലും വറുമ്മാൻ, ഈത്തപ്പഴങ്ങളും മുന്തിരിത്തോട്ടങ്ങളും റുമ്മാൻ പഴങ്ങളും എല്ലാം ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ളവളാണ് എന്ന ബോധ്യത്തിനാണ് കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതല്ല ഇവിടെ ജീവിച്ച് പള്ളിക്കാട്ടിലൊടുങ്ങിയിട്ട് പിന്നെ ഇല്ലെന്ന് വരിക്കൊണ്ടുപോ. എന്നാൽ നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളൂ, ആരെയും കൊന്നുകൊള്ളൂ, ഭർത്താവിനെ വഞ്ചിച്ചുകൊള്ളൂ, ഭാര്യയെ ചതിച്ചുകൊള്ളൂ, അമ്മയ്ക്ക് വിഷം കൊടുത്തുകൊള്ളൂ, അപ്പനെ കൊന്നുകൊള്ളൂ, കുടുംബ ബന്ധങ്ങളെ കള്ളം പറഞ്ഞ് നിങ്ങൾ അകറ്റിക്കൊള്ളൂ. ഭർത്താവിനെയും കൂടപ്പറപ്പിനെയും പെണ്ണെ നീ അകറ്റിക്കോ, നിന്റെ ഭാര്യയെയും സഹോദരിയെയും നീ അകറ്റിക്കോ. ആൺകുട്ടിയെ, ഇതെല്ലാം ഇവിടെ തീരുന്നുവെന്ന് നീ കരുതുന്നുവെങ്കിൽ അതല്ല. വൈൻ കുന്തുന്ന തുരുദിനല്ലാ, അതല്ല, നാളെ ആഖിറത്തിലേക്ക് എത്തുന്നതാണ് ഈ ബന്ധമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാൻ ഈ ലോകത്ത് നിങ്ങൾ തയ്യാറാകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാണ് ഒരു കുടുംബത്തിലെ വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ നിദാനം. അതാണ്. അല്ലാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇത് ഇവിടെ തീരുന്ന ബന്ധമല്ല, ഇത് സ്വർഗത്തിലേക്ക് എത്തേണ്ട ബന്ധമാണ്. അള്ളാഹു ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചേർത്തത് ഇവിടെ വെച്ച് പിരിയാനല്ല, ഇത് സ്വർഗം വരെ എത്തേണ്ട ബന്ധമാണ് എന്ന അടിസ്ഥാനപരമായൊരു വിശ്വാസമുണ്ട് കുടുംബത്തിന്റെ ഉള്ളിൽ. അതില്ലാത്തിടത്തോളം കാലം കൂട്ടക്കൊലകൾ അരങ്ങേറും, അതില്ലാത്തിടത്തോളം കാലം കൽബുകൾ അകന്നുപോകും. അല്ലേ? അങ്ങനെയല്ലേ? എന്താ പറയാത്തെ? അങ്ങനെയല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിഹരിക്കണം, പിണങ്ങിയാൽ ഇണങ്ങണം. പിണങ്ങും, അത് ഉറപ്പാണ്. സ്വർഗത്തിൽ പോലും പറഞ്ഞപ്പോ യതനാസഊന ഫീഹാ എന്നാ പറഞ്ഞത്. അപ്പോ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബ ജീവിതം ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകും, വാപ്പ ഉമ്മയും തമ്മിലുണ്ടാകും, വാപ്പയും മക്കളും തമ്മിലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ പരിഹരിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ നമ്മുടെ ബന്ധങ്ങൾക്ക് കഴിയണ്ടേ? കഴിയണോ മക്കളെ? നിങ്ങൾ എന്താ ഇമ്മാതിരി ഇരിക്കുന്നത്? കഴിയണ്ടേ? അങ്ങനെ കഴിയണമെങ്കിൽ നാം ഇവിടുത്തെ ജീവിതം മാതൃകയാക്കണം. സലാത്തുല്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖുമ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ സ്വാഭാവികം. ഇല്ലാത്തവിടെ ഉണ്ടാവോ? ഒരിടത്തും ഉണ്ടാവില്ല. ഹബീബായ തിരുദൂതരുടെ വീട്ടിലുണ്ടായിട്ടുണ്ടല്ലോ.
ഹബീബായ തിരുദൂതരുടെ വീട്ടിലുണ്ടായിട്ടുണ്ടല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിന് പോകുമ്പോ അവസാനത്തെ ഹജ്ജ്, ഒരേ ഒരു ഹജ്ജ്, ആ ഹജ്ജിനു വേണ്ടി പോകുമ്പോൾ 9 ഭാര്യമാരും തിരുദൂതരുടെ കൂടെ ഉണ്ടായിരുന്നു. 9 ഭാര്യമാരും കൂടെയുണ്ട് ഹജ്ജിന് പോകുമ്പോ. നമ്മൾ ഉംറയ്ക്ക് തന്നെ ഒന്നുമായിട്ട് പോയാലുള്ള ബഹളം എന്തുവാ? ഹജ്ജിന് പോകുമ്പോ എത്ര ഭാര്യ? 9 ഭാര്യമാരും കൂടെയുണ്ടവരെ കൊണ്ട് ഹജ്ജ് ചെയ്തു. ഇപ്പൊ 2 ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷം ഉംറയ്ക്ക് പോകുമ്പോ ഞാൻ താമസ ഹോട്ടലിൽ ഒരു പട്ടാളക്കാരനുണ്ട്, അതിൽ 2 ഭാര്യമാരായിട്ട് ഉംറയ്ക്ക് വന്നു. അവിടെ വന്ന് 2 പേരും തമ്മിൽ കഅബയുടെ മത്താഫി വെച്ച് അടിയായി. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ 3 തവാഫ് കഴിഞ്ഞപ്പോ 2ാമത്തെ ഭാര്യ ഇനി 3 എന്റെ കൂടെ. അപ്പൊ ആദ്യത്തെ ഭാര്യ ആദ്യത്തെ 3 ആദ്യം കെട്ടിയനല്ലേ, ആദ്യത്തെ 3 തവാഫ് എന്റെ കൂടെ, 3 3 6. അപ്പൊ 7ാമത്തിന് വല്ലോന്റെ കൂടെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ റൂമിലൊക്കെ പ്രശ്നമായപ്പോ അമീറായ ഉസ്താദ്, എന്റെ ഒരു സുഹൃത്ത്, അതേപോലെ നമ്മുടെ ബാക്കവി ഉസ്താദ് താഴെയുണ്ട്, നമുക്ക് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോവാം. അപ്പൊ അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാന് ഇന്ത്യ പാക് അതിർത്തിയിൽ വർഷങ്ങളായി അതിർത്തി കാത്ത പട്ടാളക്കാരനാണ്. പക്ഷെ 2 പെണ്ണ് കെട്ടിയിട്ട് ഞാൻ ആകെ കുഴഞ്ഞു പോയിരിക്കുകയാണ്. എന്റെ 2 ഭാര്യമാരും തമ്മിൽ ഒരുമിച്ച് സ്നേഹത്തോടെ യോജിച്ചിരിക്കാൻ എന്തെങ്കിലും ഒരു ദിക്റോ സലാത്തുണ്ടെങ്കിൽ എന്റെ പൊന്നു ബാക്കവി ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു, പൊന്നാര ഹബീബേ, നിങ്ങളുടെ 2 ഭാര്യമാരും തമ്മിൽ ഒത്തുചേർന്ന് ഐക്യത്തോടെ നിൽക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ മനുഷ്യൻ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് തരാന്ന് പറഞ്ഞ മാതിരി സീറ്റിൽ നിന്ന് ചാടി എന്നിട്ട് ചോദിച്ചു, ബാക്കവി അത് എന്താന്ന്? ഞാൻ പറഞ്ഞു, ഒറ്റ വഴിയുള്ളൂ, 3ാമത് ഒന്നുകൂടി നിങ്ങൾ കെട്ടുക. അപ്പൊ പിന്നെ അതിനെതിരെ ഈ 2 ഒരുമിക്കും, അല്ലാതെ വേറൊരു പോം വഴി അക്കാര്യത്തിലില്ല എല്ലായിടത്തും. കാരണം ഇത് 2 വ്യത്യസ്തമായ സ്വഭാവങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടിയതാണ്. ആണിന്റെ സ്വഭാവവും പെണ്ണിന്റെ സ്വഭാവവും ഒരുപോലെയല്ല. ആണോ? ആണും പെണ്ണും ഒരുപോലെയല്ല, വിവരിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങവേ മഹദിയായ സഫിയ റളിയല്ലാഹു തആല കൂടെയുണ്ട്. സഫിയ റളിയല്ലാഹു തആല ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങവേ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകം മെലിഞ്ഞതാണ്. പക്ഷേ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഭാണ്ഡക്കെട്ടോ വലുതുമാണ്, ഒട്ടകത്തിന് ചുമക്കാൻ കഴിയില്ല. മറുഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. മഹദിയുടെ ഒട്ടകം നല്ല ധൈര്യമുള്ള, നല്ല ആരോഗ്യമുള്ള ഒട്ടകമാണ്. ലഗേജ് ആണെങ്കിലോ ചെറിയ ലഗേജുമാണ്. സഫിയ റളിയല്ലാഹു അൻഹ, ചുരുക്കി പറയാം, സഫിയ റളിയല്ലാഹു തആല അൻഹാ, ശ്രദ്ധിച്ച് കേൾക്കണേ, തിരുദൂതരുടെ വീട്ടുവിശേഷങ്ങളാണിത്. 8 അടി വീതിയും 8 അടി നീളവും 10 അടി വീതിയുമുള്ള, ആകാശത്തും മഴ പെയ്താൽ ഓലക്കാതുകൾക്കിടയിലൂടെ മഴവെള്ളം തടം തല്ലിയാ തുടങ്ങിയ മദീനയുടെ രാജകുമാരന്റെ ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചുണ്ടാക്കിയ കടപ്പറയിൽ നടന്ന രസകരമായ കുടുംബ വിശേഷങ്ങളാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടെ നിൽക്കുന്ന സഫിയെ കണ്ടപ്പോ സഫിയ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നിന്റെ ഒട്ടകം നല്ല ആരോഗ്യമുള്ള ഒട്ടകമാണല്ലോ, എന്നാൽ നിനക്കുള്ള ചുമടും കുറവാണല്ലോ. പക്ഷേ സഫിയുടെ ഒട്ടകം അനാരോഗ്യമുള്ള ഒട്ടകമാണ്, ലഗേജ് ആണെങ്കിലോ കൂടുതലാണ്. അതുകൊണ്ട് നിന്റെ ഭാണ്ഡക്കെട്ട് സഫിയുടെ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കായിഷ, സഫിയയുടെ ഭാണ്ഡക്കെട്ട് നിന്റെ ഒട്ടകത്തിന്റെ മുകളിലും വെക്കായിഷ. നമുക്ക് വീട്ടിലെത്തുമ്പോൾ നമുക്കത് തിരിച്ചെടുക്കാം. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച മറുപടി ഏറെന്നറിയോ? യാ റസൂലല്ലാഹ്, അതസഅമു അന്നക റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് വാദിക്കുന്ന ആളല്ലേ? നീതിയായതല്ലേ ചെയ്യാവു നബിയേ? ഇപ്പറഞ്ഞത് നീതിയാണോ? ഈ പറഞ്ഞത് അനീതിയല്ലേ? ഈ യഹൂദിയുടെ മകള് കുറെ നാളായിട്ട് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുകയാണല്ലോ. യഹൂദിയുടെ മകൾ എന്ന് പറഞ്ഞാൽ സഫിയ റളിയല്ലാഹു തആല ഒരു ജൂതന്റെ മകളാണ്. മുസ്ലിമായിട്ട് ഇസ്ലാമിലേക്ക് വന്നതാണ്. ഈ സഫിയ റളിയല്ലാഹു അൻഹയെ ചെറിയ ചെറിയ കാര്യം വരുമ്പോ യഹൂദിയുടെ മോളെ എന്ന് വിളിക്കാറുണ്ട്. ഇതിനു മുമ്പ് ഹഫ്സ ബീവി വിളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉമ്മു കുൽബുദിനു മുമ്പ് നബിയുടെ ഭാര്യമാര് വിളിച്ചിട്ടുണ്ട്. ഈ യഹൂദിയുടെ മകള് എന്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുകയാണോ? അതസഅമു അന്നക റസൂലല്ലാഹ്,
അങ്ങ് അള്ളാന്റെ ഹബീബാണെന്ന് വാദിക്കുന്ന ആളല്ലേ? ചോദിച്ച് നബിയെ, ഇത് ന്യായമാണോ? ഇത് അനീതിയല്ലേ? ഇത് ന്യായമോ അന്യായമോ? നിങ്ങൾ പറയും കുടുംബജീവിതത്തിന്റെ ടിസ്റ്റ് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ വലിയ മഹാമാര് പറയും, അൻകുല്ലി വാഹിദിനും മജുമൈന്ന് പറയും. ഇപ്പൊ ഈ പറഞ്ഞത്, ആയിഷ നിന്റെ ഒട്ടകത്തിന് ബലമുണ്ട്, ലഗേജ് കുറവാണ്. സഫിയുടെ ഒട്ടകത്തിന് ബലഹീനതയുണ്ട്, ലഗേജ് കൂടുതലാണ്. നിന്റെ ലഗേജ് അവിടെ ഇരിക്കട്ടെ, ആ ലഗേജ് ഇവിടെ ഇരിക്കട്ടെ. ഈ പറഞ്ഞത് നീതിയോ അനീതിയോ? പേടിച്ചിട്ട് മിണ്ടൂല അവിടെ ഇരിക്കണതിനെ കണ്ടിട്ട്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്കും, ആഹാ നീതിയാ അനീതിയാ? ഒന്ന് പറയും. നീതിയാണ്, പക്ഷേ അത് പെണ്ണിന്റെ കണ്ണിൽ അനീതിയാണ്. എന്തുകൊണ്ട്? അവൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹത്തിന്റെ വലിപ്പം കൊണ്ട്. പടച്ചോനെ, ഇപ്പൊ എന്നെക്കാളും സ്നേഹം സഫിയേടാ. അതാണ് കുടുംബജീവിതം. നമ്മൾ ഈ കുടുംബജീവിതം മധ്യസ്ഥന്മാരാണെങ്കിലും പറയും, ഒന്ന് വിട്ടുവീഴ്ച ആരെങ്കിലും ചെയ്യാമെന്നല്ല. ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാല് മാത്തമാറ്റിക്സിന്റെ തിയറിയിൽ കുടുംബജീവിതം മുമ്പോട്ട് പോവില്ല. 2 1 3. ചിലപ്പോ നമ്മള് 2 1 3 അല്ലേ? ചിലപ്പോ ഭാര്യ പറയാം 2 1 2 പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ ആ മാത്തമാറ്റിക്സ് ശരിയാന്നങ്ങ് പറയേണ്ടി വരും. കുടുംബജീവിതം അങ്ങനെയാണ്. ഈ ജാമിതീയ കണക്കുകളിൽ ഭാര്യ ഭർത്തൃ ബന്ധം മുമ്പോട്ട് പോകില്ല. കണക്കിനൊരു കണക്കുണ്ടല്ലോ, അത് മാറൂല. a+b the whole square equal to a² + b² + 2ab. ഈ പണ്ടാരം എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഇത് കാരണമാണ് ഞാൻ 10ാം ക്ലാസ് വെച്ച് നിർത്തിയത്. a+b the whole square equal to a² + b² + 2ab. ഇതൊരു നിർണിതമായ കണക്കാണ്. ഏത് കണക്കും അതിന്റെ ഉള്ളിലേ വരൂ. പക്ഷേ കുടുംബജീവിതത്തിൽ അങ്ങനെയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സങ്കടമായി. സഫിയ്യ റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ടു പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ ചോദിച്ചതാണ്. എന്തുകൊണ്ട്? സ്നേഹം കൊണ്ട്. അവര് രണ്ടുപേരും വീട്ടിലേക്ക് മദീനയിലേക്ക് തിരിച്ചുപോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു തആലയും തമ്മിൽ പിണക്കമാണ്. ആ പിണക്കം കുറെ എങ്ങനെ നീണ്ടുപോയപ്പോ ആയിഷ എന്നോട് അങ്ങനെ പറഞ്ഞുവല്ലോ. ഹബീബായ നബി തങ്ങൾക്ക് ദുഃഖമായി. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരുടെ ഇടയിലും മധ്യസ്ഥനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കപ്പെട്ടു. ഈ കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ പിണങ്ങി. അപ്പൊ ഭാര്യ ഭർത്താവും തമ്മിൽ പിണങ്ങണ കാര്യം ചെറുതായിരിക്കും, പക്ഷെ ദിവസം കഴിയുന്നവരും മെല്ലെ മെല്ലെ അകന്നു പോകും. അന്ന് രാത്രി പിണങ്ങിന് അന്നത്തെ രാത്രി കിടക്കണത് ഒരേ കട്ടിൽ ഒരേ ബെഡിലായിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്. ആദ്യം ആരാ മിണ്ടുക, തോക്കാൻ മടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി രണ്ടും അള്ളാടെ തോഫി കൊണ്ട് ഉറങ്ങിപ്പോകും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കും. എന്നാലും ഒരു ദിവസം നിങ്ങൾ എന്നോട് മിണ്ടായിരുന്നല്ല. പിന്നെ അവൻ ബെഡ്റൂമിലും അവൾ അടുക്കളയിലുമായിരിക്കും, ഇങ്ങോട്ട് വരൂല. പിറ്റേ ദിവസം അവള് താടയും അവൻ കട്ടിലും ആവും. പിന്നെ ഒരു കുറെ ആഴ്ച കഴിയുമ്പോ ഇവൾ ഈ റൂമിലും അവൻ ആ റൂമിലുമാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം തുടക്കം നിസ്സാര കാര്യത്തിലാണെങ്കിലും ദിവസം കഴിയുന്തോറും അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ ഇനിയിപ്പോ ഇത് ഞാൻ ക്ലാസ് എടുക്കണ? നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടുള്ള ആളുകളല്ലേ? അതോ ഇപ്പോഴും നിങ്ങൾ സിറ്റൗട്ടിൽ തന്നെയാണ്? എന്താ ഇത് പടച്ചോനെ, മഴയായിട്ട് കേൾക്കാനും വയ്യല്ലോ. ഇവിടെ ചില പെട്ടെന്ന് അവസാനിപ്പിക്കാം. മഴ വല്ലാതെ ശക്തിയാവും. ഒരു പരമാവധി നമുക്ക് പോകാൻ ഇൻഷാഅല്ലാഹ്. രണ്ടുപേരും തമ്മിലുള്ള തർക്കം നീണ്ടുപോയി. എവിടെ? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ രണ്ടുപേരുടെയും മധ്യസ്ഥനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? ഗൂഗിളിൽ നോക്ക്. ടച്ച് ഫോൺ ഉണ്ടല്ലോ, ഗൂഗിളിൽ നോക്കി ആരാ? ഹു ഇസ് ദ അബൂബക്കർ റളിയല്ലാഹു അൻഹു? സെർച്ച് ചെയ്ത് നോക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? പാറ മനുഷ്യന്മാരെ. എന്തിട്ട് മനുഷ്യന്മാരാടപ്പാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിന്റെ
ഭാര്യാപിതാവ് ഇടയിലേക്ക് മധ്യസ്ഥനായി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, നിന്റെ ഉപ്പ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ആയിഷ, എന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞോ. മുത്തു റസൂൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവലോകത്തിനും അനുഗ്രഹമായി പടക്കപ്പെട്ട മുത്തറസൂലിന്റെ വീട്ടിലെ അടുക്കളപ്പുറങ്ങളിലാണിത് നടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റൊട്ടി ചുടുകയാണ്. യാ റസൂലല്ലാഹ്, പെട്ടെന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞോളൂ, എനിക്ക് കുറേയേറെ പറയാനുണ്ട് എന്റെ ഉപ്പയോട്, അതുകൊണ്ട് ആദ്യം നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞുകൊള്ളൂ. നിങ്ങൾ പറ, എനിക്കൊണ്ട് കുറെ കൂടുതൽ പറയാൻ. ഉപ്പുരാത്തി നല്ല ചൂടിലാണ്. ആദ്യം നിങ്ങൾ ഇത് ഈ പിണക്കം പറയുമ്പോ നമ്മുടെ കൽബിൽ ഹുബ്ബ് കൂടുള്ളൂ. അതാ ഈ പിണക്കത്തിന്റെ രഹസ്യം. ഈ പിണക്കം പറയുമ്പോ മദീനയിലേക്കുള്ള നമ്മുടെ കൽബിന് അകലം കുറയും. നമ്മുടെ കൽബ് മദീനയിലേക്ക് അടുത്തെടുത്തു വരും. നബിയെ പറഞ്ഞോ, നബിയെ എനിക്ക് പിന്നീടേ ഞാൻ പറയുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ എന്റെ വാപ്പായോട് എന്നെ കുറിച്ച് പറയുമ്പോ ഉള്ളതേ പറയാവൂ, ഇല്ലാത്തതൊന്നും എന്നെ കുറിച്ച് എന്റെ വാപ്പയോട് കള്ളം പറയരുത് കേട്ടോ. ഇത് കേട്ട മാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്നെടുത്ത് എഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വലത്തെ ചുമലിൽ തന്റെ കൈവച്ചിട്ടാഞ്ഞൊരു അടി വെച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ അപ്രതീക്ഷിതമായി ഉപ്പാന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിക്കിട്ട് മഹദി അവറുകൾ പൊളഞ്ഞെഴുന്നേറ്റു. ആയിഷ, നീ എന്താ പറഞ്ഞത്? എന്റെ ഹബീബായ നബിയോട് പറഞ്ഞനെന്താ? ഉള്ളതേ പറയാവൂ, ഇല്ലാത്തത് പറയരുതെന്നോ. അവയഖൂലു ഇല്ലൽ ഹഖാ, എന്റെ മുത്തു റസൂൽ ഇതേവരെ സത്യമല്ലാത്തതൊന്ന് പറഞ്ഞിട്ടുണ്ട് ആയിഷ. അവിടെ അബൂബക്കറിന് വലുത് മകളല്ല, മകളുടെ പരിഭവങ്ങളല്ല, മകളുടെ പരാതികളല്ല, മകളുടെ പരിദേവനങ്ങളല്ല. ഉപ്പയും മകളെന്ന പൊക്കിൾ കൊടിയുടെയും സംരക്ഷണത്തിന്റെയും ബന്ധം മറന്നു. അവിടെ എനിക്ക് ഏറ്റവും വലുതെന്റെ ഹബീബാണ്, ഹബീബാണ്, ഹബീബാണ്. ബുൽബുലുക്കോ ചിറാഗ്, ബുൽബുലുക്കോ ചിറാഗ് ഹേ, സിദ്ദീഖുക്കോ അല്ലാഹ് കീ റസൂൽ ഹേ. പ്രാണികൾക്ക് ഈ ചെറിയ ദീപനാളം മതി, അബൂബക്കറിനോ അല്ലാഹുവിന്റെ റസൂൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്രാണി കൂട്ടങ്ങൾക്ക് ഈ ചെറിയ വിളക്കിന്റെ തിരുനാളം മതി. ബുൽബുലുക്കോ ചിറാഗ് ഹേ, അബൂ സിദ്ദീഖുക്കോ അല്ലാഹ് കീ റസൂൽ ഹേ. അബൂബക്കർ സിദ്ദീഖിന്റെ തിരുനാള വെളിച്ചം ഈ മുത്ത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഞ്ഞൊരടി കൊടുത്തു തന്റെ മകൾക്ക്. അവിടെ ഏറ്റവും വലുതെന്റെ ഹബീബാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണിലൂടെ കണ്ണുനീരൊടുകാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ മുമ്പിൽ തോറ്റുംപോയി. ഉപ്പാന്റെ കയ്യിൽ നടിയും കിട്ടിയ ബുക്കത്താൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞപ്പോ ആലപ്പുഴയിൽ എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട പുരുഷന്മാരെ, ഏറെ പറഞ്ഞില്ലെങ്കിലും ഓർത്തു വെച്ചുകൊള്ളൂ. ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഇത് കേൾക്കുമ്പോൾ മദീനയിലേക്കുള്ള അകലം കുറയും. മുത്ത് ഹബീബ് ഹൃദയത്തിന്റെ ഹൃത്തടത്തിന്റെ ഉള്ളിൽ കൂടുകൂട്ടും. അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതേവരെ പിണക്കം മാറി. ഇണക്കത്തിന്റെ പ്രണയാർദ്ര അക്ഷരങ്ങളിലേക്ക് കൽബ് തന്നെ മാറി. കവിള് നിറഞ്ഞ് കണ്ണുനീർ തുളുമ്പുന്ന പ്രിയപ്പെട്ട പ്രാണപ്രേയസിയെ ഓടിച്ചെന്ന് തന്റെ റിസാലത്തിന്റെ കൈ കൊണ്ടിങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ റിസാലത്തിന്റെ വിരൽ കൊണ്ട് തന്റെ ഭാര്യയുടെ കണ്ണുനീരിങ്ങനെ തുടച്ചു മാറ്റിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അബൂബക്കറേ, മധ്യസ്ഥനായിട്ടല്ലേ നിന്നെ ഞാൻ വിളിച്ചത്? എന്റെ ആയിഷ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കറേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിണക്കങ്ങളെല്ലാം ഇണക്കങ്ങളായി, പരിഭവങ്ങളെല്ലാം പ്രണയമായി, പരാതികളെല്ലാം പരാഗങ്ങളെ പോലെ കെട്ടിപ്പിണഞ്ഞ ബന്ധമായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടെന്നറിയോ? എന്താണ് കാരണമെന്നറിയോ? സഹിക്കാൻ കഴിയാത്ത മുത്ത് റസൂലിന്റെ ഹൃദയം വിതുമ്പിയതെന്നറിയോ? എന്റെ ആയിഷയുടെ കണ്ണ് നിറയുകയോ? അവളുടെ കണ്ണ് നിറഞ്ഞാൽ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് ഉമ്മാന്ന് പറഞ്ഞ് ചാരത്ത് നിൽക്കാൻ എന്നെ ആയിഷക്ക് മക്കളില്ലല്ലോ. ഒരു പെണ്ണിന് ഏറ്റവും വലിയ ആശ്വാസം മക്കളല്ലയോ? അവളെ കല്യാണം കഴിച്ചു വിട്ട വീട്ടിൽ അവൾ ഒറ്റപ്പെട്ട് എല്ലാവരും ഒരു വ്യാക്രത്തെ പോലെ അവളെ ആക്രമിക്കുമ്പോ, കിടപ്പറയില് തലയിണയില് കമിഴ്ന്ന് കരയുമ്പോ ഓടി വന്നു ഉമ്മാന്ന് പറഞ്ഞ് കഴുത്തിൽ കെട്ടിപ്പിടിച്ച മക്കളെക്കാൾ വലിയ ആശ്വാസം ഏതാണുള്ളത്? പക്ഷെ എന്നെ ആയിഷ കരഞ്ഞാൽ ഉമ്മാന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ എന്നെ ആയിഷക്ക് മക്കളില്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആല പ്രസവിച്ചിട്ടില്ല, അവർക്കും മക്കളില്ല. എന്നെ ആയിഷക്ക് മകളായി, എന്നെ ആയിഷക്ക് ഉപ്പയായി, എന്നെ ആയിഷക്ക് ഭർത്താവായി. എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ. ഞാനല്ലാതെ പിന്നെ ആരാണ് അവൾക്കൊരു തണിയുള്ളത്? ആരാണ് അവൾക്കൊരു കൂട്ടുള്ളത്? എന്ന് ഹൃദയത്തിന്റെ വികാരങ്ങളെ ചേർത്ത് പിടിച്ചു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരാ, ചിന്തിക്കണം നിന്റെ ഭാര്യയെ കുറിച്ച്. അവൾക്കിനി ആരാണുള്ളത്? 18 വയസ്സ് പൂർത്തിയായപ്പോ 18 വയസ്സ് വരെ കളിച്ചു വളർത്തിയ ഉപ്പയോട് വിട പറഞ്ഞ്, ഉമ്മയോട് സലാം പറഞ്ഞ്, അവളുടെ ബാല്യവും കൗമാരവും ഓടിക്കളിച്ച വീട്ടുമുറ്റത്തോട് സലാം പറഞ്ഞ്, ഏതോ ഒരു സദസ്സിൽ വെച്ചവളുടെ ഉപ്പാടെ കൈപിടിച്ച് മരണം വരെ നിങ്ങളുടെ പൊന്നുമോളെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ വാക്കും വിശ്വസിപ്പിച്ച് ഒരു ഉപ്പ ഏൽപ്പിച്ച മകളല്ലയോ? അവൾക്കിനി കളിമുറ്റങ്ങളില്ല, അവൾക്കിനി ഉപ്പയിലെ സാമീപ്യമില്ല. എല്ലാം അവൾക്ക് ഞാനാണ്, ഞാനാണ്, ഞാനാണ്. ആരൊറ്റപ്പെടുത്തിയാലും ഞാൻ അവളെ ഒറ്റപ്പെടുത്തരുതരുതോ. എന്റെ ഒരു വാക്കാണ് അവളുടെ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് കരുതിയിട്ട് അവളാണ് എനിക്കെല്ലാം. എന്റെ മക്കളെ പ്രസവിച്ചു തന്നവൾ, ഞാൻ വരുന്നതും കാത്ത് ആഹാരം കാത്തിരുന്നവൾ, എന്റെ സങ്കടങ്ങളിൽ പങ്കാളിയായവൾ, അവളാണ് എന്റെ ഭാര്യ എന്ന ജീവിതത്തിന്റെ ചിന്തകളുടെ ഈ പങ്കുവെക്കലിലൂടെയാണ് കുടുംബ ജീവിതത്തിന്റെ സൗന്ദര്യം മുമ്പോട്ട് പോവുക. അല്ലാഹുവേ, 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 ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നീ, ഭാര്യഭർത്തൃ ബന്ധങ്ങളെ നീ ഉറപ്പിച്ചു തരണേ തമ്പുരാനേ. അല്ലാഹു നമ്മുടെ ബന്ധങ്ങളെ ഒരുമിച്ച് തരട്ടെ. ഈ ഒരു ബോധ്യത്തിലും സ്നേഹത്തിലും ജീവിക്കണം. അങ്ങനെ നല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് നല്ല മക്കള് പിറവിയെടുക്കുക. ഞാൻ ഈ ഒരു ആയത്ത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ മനസ്സിലായി സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് ഏറ്റവും നല്ല മക്കൾ ഉണ്ടാവുക. ഏറ്റവും നല്ല ഭാര്യ, നല്ല ഭർത്താവ്, ഇവരുടെ ഇടയിലാണ് നല്ല മക്കൾ ഉണ്ടാവുക. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. മക്കള് വഴിതെറ്റാതിരിക്കണമെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ, ഉമ്മയും ഉപ്പയും തമ്മിൽ സ്നേഹാന്തരീക്ഷം ഉണ്ടാവണം. ഒരു പരിധിവരെ നമ്മുടെ മക്കൾ നമ്മുടെ ചിറകിന്റെ അടിയിൽ നിൽക്കും. ഇത് വാപ്പ ഒരു ഹാല്, ഉമ്മ വേറൊരു മഹാല്. അത് വളർന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ കുട്ടി വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം വളരെ വലുതാണ്. ഞാൻ ഏറെ നെട്ടിപ്പരത്തി പറയുന്നില്ല, ഞാൻ ഊതി വെച്ച ഒരൊറ്റ ആയത്ത്. നമുക്കൊരു ബാധ്യതയില്ലേ നമ്മുടെ മക്കളോട്? എന്റെ സ്ഥാപനമുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. ഇതൊക്കെ വന്നിട്ടുണ്ട് ആചാരൊക്കെ. ഇൻഷാ സമയം കിട്ടുമ്പോ ഒന്ന് വരണം കേട്ടോ. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച അസറിനേശയുടെ ഒരു വലിയ മജ്ലിസ് നടക്കുന്നുണ്ട്. 150 ഹാഫിളീങ്ങൾ ഒരു മാസം 100 ഖത്മുൽ ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന ഒരു മജ്ലിസ്. അവിടേക്ക്
അവിടേക്ക് കഴിഞ്ഞ മുമ്പിലത്തെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വന്ന കുറെ ആളുകളുണ്ട്. ധാരാളം ആളുകൾ വരും. 6666 നേർച്ചയാക്കും. അതാ മജ്‌ലിസിലെ വലിയൊരു നേർച്ചയാണ്. ഷാർജയിൽ നിന്നൊരു ഭാര്യയും ഭർത്താവും കുറെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവര് മജ്‌ലിസിൽ വരാൻ കാരണം അതിന് മുമ്പ് മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി 18 വർഷങ്ങളായി മക്കളില്ല. കഴിഞ്ഞ റമദാനിൽ പങ്കെടുത്താണ്. അൽഹംദുലില്ലാ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ റമദാനിൽ ആ പെൺകുട്ടി പ്രസവിച്ചു. ഇരട്ട കുട്ടികളാണ്. കുട്ടികൾക്ക് പേരിടണമെന്ന് പറഞ്ഞ് എന്റെ അടുക്കൽ വന്നു. പേരിട്ട് കൊടുത്തു. അപ്പൊ അത് ഞാൻ മലപ്പുറത്ത് നടന്നൊരു വാതിൽ പറഞ്ഞപ്പോ അത് കേട്ടിട്ട് ഈ പെണ്ണും അവളുടെ ഭർത്താവും കൂടെ ഷാർജയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഹംദാനി വന്നു. അന്ന് മജ്‌ലിസാണ്. അന്നത്തെ ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു, എല്ലാം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോനെ സമാധാനിക്ക്, ഷമീറ ഇൻഷാ അല്ലാഹ്. ഷമീർ എന്നാണ് അവന്റെ പേര്. ഷാർജയിലാണ്. അപ്പൊ ഈ പെൺകുട്ടി അവിടെ നിന്ന് ഇങ്ങനെ കണ്ണ് നിറയണുണ്ട്. എല്ലാവർക്കും കുട്ടികളായി. എത്ര പേരെ ക്യാൻസർ മാറി. തളർന്നു കിടന്ന് എത്ര പേര് എഴുന്നേറ്റു. എന്റെ മാത്രം. ഞാൻ പറഞ്ഞു, മോളെ കരയണ്ട, സങ്കടം തോന്നിട്ട് ഞാൻ 6666 നീയത്താക്കിക്കോളി. എന്നിട്ട് വന്ന ആ മജ്‌ലിസിൽ കരഞ്ഞു ദുആ ചെയ്തോളി ഹാഫിളീങ്ങളുടെ കൂടെ. അതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസവും എന്നെ വിളിച്ചു. ഉസ്താദേ, ഭാര്യക്ക് വിശേഷമുണ്ട്, സന്തോഷമുണ്ട്. അള്ളാഹു നല്ല റാഹത്തായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കാരണം 150 ഹാഫിളീങ്ങൾ ഒന്നിച്ചിരുന്ന് 100 ഖത്മുൽ ഖുർആൻ ഓതി അസ്മാഉൽ ഹുസ്നയുടെ ദിക്ർ ഓതിയിട്ടുള്ള ദുആ. എത്രയോ ആളുകൾ, ക്യാൻസർ വന്നവർ, ട്യൂമർ വന്നവർ, ജീവിതത്തിൽ അവസാന വാക്കി തുരുമ്പിലോട്ട് പോയവർ, അള്ളാഹുവർക്കെല്ലാം സമാധാനം കൊടുക്കണം. ആ കൂട്ടത്തില് തമിഴ്നാട്ടിൽ നിന്നൊരു ഭാര്യയും ഭർത്താവും ഒരു പെൺകുട്ടിയും കൂടെ എന്നെ കാണാൻ വന്നു. അപ്പൊ ആ പെണ്ണ് കൂടല്ലൂരുകാരിയാണ്, മലയാളം അറിയാം, മറ്റേ തമിഴനാണ്. അപ്പൊ വന്നപ്പോ ഈ ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ്. അവിടെ വരുന്നൊരു പെൺകുട്ടിയായിട്ട് ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട്. അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ഞാൻ ആ മോള് ഒന്നും മിണ്ടാതെ ഞാൻ മോളോട് വെച്ച്, മോളെ നിനക്കെന്താ എന്റെ വാപ്പായും ഉമ്മയും കുറിച്ച് അഭിപ്രായം? ഒന്നുമില്ല ഹസ്രത്ത്. എനിക്കപ്പോഴേ മനസ്സിലായി ആ പെൺകുട്ടിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കടലിരമ്പുന്നുണ്ട്. അവസാനം അവളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവള് പറഞ്ഞത്, എന്റെ വാപ്പയും ഉമ്മയും തമ്മിൽ വീട്ടിന്റെ ഉള്ളിൽ ഒരു സന്തോഷമില്ല. ആണ് എന്റെ ഏറ്റവും വലിയ. ആ കുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ട്, അല്ലാതെ എനിക്കൊരു പ്രശ്നവും ഇല്ല. നമ്മുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ മക്കളിലേക്ക് അത് മാറും. അതവരുടെ ജീവിതത്തെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധാലുക്കളാകേണ്ടവരാരാ? പരമനുഷ്യന്മാരെ. നമ്മളെന്ന് പറഞ്ഞാൽ വാപ്പയ്ക്ക് വലിയ അധികാരമുണ്ട് കാര്യത്തിൽ. വാപ്പയ്ക്ക് കുറെ കൂടി ഉത്തരവാദിത്തമുണ്ട്, ഉമ്മയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പരസ്പരം നമ്മുടെ ഗാർഹിക അന്തരീക്ഷങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യേണ്ടതിലെ ബാധ്യതകളുണ്ട്. നമ്മുടെ മക്കളെ കുറിച്ച് ഇതിലൂടെ വളർത്തിക്കൊണ്ടുവരണ്ടേ? നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശകളല്ലേ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ലേ? وأمر أهلك بالصلاة واصطبر عليها. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞത് വഉമുർ അഹ്ലക ബിസ്സലാ. മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളോട് നിസ്കരിക്കാൻ പറയണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിസ്കാരം മാത്രമല്ല, ദീനിയായ ധാർമ്മികമായ അടിത്തറയിലൂടെ നമ്മുടെ മക്കളെ വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇതാരുടെ ബാധ്യതയാ? പരമനുഷ്യന്മാരെ, ഇതാരുടെ ബാധ്യതയാണ്? വാപ്പാന്റെ ബാധ്യത. തന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ? അവൾ അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? എന്റെ പെൺമക്കൾ അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട വേഷവിധാനം നടത്തുന്നുണ്ടോ? കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും നമ്മുടെ മക്കൾ അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ പുറകെ നടക്കുമ്പോ മാതാപിതാക്കളെ, നമ്മുടെ ഭാര്യയെയും നമ്മുടെ പെൺമക്കളെയും നമ്മുടെ ആൺമക്കളെയും അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറയിൽ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ
നാളെ മരിച്ചിട്ട് ആരുടെ മണ്ണിലേക്ക് യാത്ര പോകുമ്പോ നമുക്ക് വേണ്ടി ആരാണ് കരയാനുണ്ടാവുക? ആറടി മണ്ണ് ചേർത്ത് വെച്ചിട്ട് ഉപ്പാക്ക് വേണ്ടി ഒരു യാസീനോടാൻ, ഉമ്മാക്ക് വേണ്ടി ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ, ഒരു മക്കളെങ്കിലും ബാക്കിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, പിതാക്കന്മാരോട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പെൺമക്കളോട് വലിയ ഇഷ്ടമാണ്. അതങ്ങനെയാണ്, വാപ്പാക്ക് വലിയ ഇഷ്ടം പെൺമക്കളോടാണ്, ഭയങ്കര വാത്സല്യാണ്. ചില ഭാര്യമാര് തന്നെ അവര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മോളെ കൊണ്ടാണ് വാപ്പാനെ മെരുക്കിയെടുക്കുക. എല്ലാ വീട്ടിലും അങ്ങനെയാണ് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഭാര്യ പറഞ്ഞ നീ എന്നെ പോയി പണി നോക്കി പോയി നോക്കണം, ഇനി പതിനാ സൗകര്യം. അപ്പൊ തിരക്കാണ്, സമയമില്ല. പിന്നെ നിങ്ങളൊന്ന് പലപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ, പോയി കൊളസ്ട്രോളൊക്കെ ഉണ്ടോ, BP എല്ലാം കൂടുതലാണ്, നീ നിന്റെ പണി നോക്കി. ഏതായാലും തലേന്ന് മരിക്കൂലല്ലോ, അന്നല്ലേ മരിക്കും. ഈ തിരക്കിനിടെ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹത്തോടെ തട്ടി മാറ്റിയാൽ ആ ഭാര്യമാര് കാര്യം കാണുന്ന ആരെ കൊണ്ടാ? പൊമ്മക്കളെ കൊണ്ടാണ്. പാപ്പി പോവാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, തീർന്നില്ലേ? എല്ലാ വീട്ടിലും അങ്ങനെയാണ്. എല്ലാവരും എനിക്ക് ഏറ്റവും മോളാണ്. അപ്പോ വാപ്പാക്ക് ഏറ്റവും സ്നേഹം ആരോടാ? മോളോടാ. അത് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതിലാ, നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതിലാ, ഏതിലാണ് ആ സ്നേഹമുള്ളത്? മുത്ത് റസൂലിന്റെ പ്രേമഭാജനമാണ് ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹാ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളെല്ലാം ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയല്ലോ. പെൺമക്കളൊക്കെ മരണപ്പെട്ടു പോയി. ആൺമക്കളും ഇബ്രാഹിം അടക്കമുള്ള അബ്ദുള്ള അടക്കമുള്ള മക്കളെല്ലാം ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. സൈനബ് റളിയല്ലാഹു അൻഹ മുത്ത് റസൂൽ ജീവിച്ചിരിക്കുമ്പോഴാണ് വഫാത്തായത്. അവസാനം വരെ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നത് വരെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു പൊന്നുമോളാണ് ഫാത്തിമ. ഖദീജ സമ്മാനിച്ച മരതക മലരാണ് ഫാത്തിമ. അതുകൊണ്ട് തന്നെ മുത്ത് റസൂലിന് വലിയ ഇഷ്ടമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്. ഇനി ഏറെ പറയുന്നതിൽ അർത്ഥമില്ല. രാവിലെ പാതിരാത്രി നേച്ചിട്ട് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ കല്യാണം കഴിച്ചു വിട്ട ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വീടിന്റെ മുമ്പിൽ, ഹബീബിന്റെ വീടിന്റെ മുമ്പിലാണ് ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു താമസിക്കുന്നത്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോ തന്റെ കെട്ടിച്ചുവിട്ട കല്യാണം കഴിഞ്ഞ മകള് താമസിക്കുന്ന വീടിന്റെ വാതിലിൽ പോയി വിളിക്കും, വാതിലിൽ പോയി തട്ടി വിളിക്കും, ഫാത്തിമ യാ അലി വയാ ഫാത്തിമ, ഓ അലിയേ ഫാത്തിമ ഖൂമാ فصليا ركعتين ولو ركعتين قبل الفجر. ഓ അലിയേ ഫാത്തിമ, എഴുന്നേൽക്കണേ, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ. വലൗ റക്അതൈനി ഖബിലൽ ഫജ്രി, അത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്താണെങ്കിൽ ശരി, ഒന്നെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണേ മോളെ. കല്യാണം കഴിച്ചു വേറൊരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്ത മകളെ പോയിട്ട് മുട്ടി വിളിക്കുമായിരുന്നു മുത്തു മുസ്തഫ. പറമനുഷ്യന്മാരെ, ആരെ? കല്യാണം കഴിഞ്ഞ മകളെ. കാരണം മരുമകൻ കൊള്ളാത്ത ആളായത് കൊണ്ടുമല്ല. ആണോ? ആരെയാ വിളിക്കണത്? ആരെയാ? അലിയേ ഫാത്തിമ, ഉറക്കത്തിലാണോ? നിസ്കരിച്ചോ? തഹജ്ജുദ് നിസ്കരിച്ചോ? ആരോടാണ് ചോദിക്കുന്നത്? മരുമകൻ അശക്തനായത് കൊണ്ടല്ല. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിന്റെ ഇടയിൽ നെഞ്ചകത്തില് തുളച്ചു കയറിയ അമ്പ് വലിച്ചൂരുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ പൊളയവേ, ഞാൻ നിസ്കാരത്തില് കൈകെട്ടി എന്റെ പടച്ചറപ്പിൽ ലയിച്ചു നിൽക്കുമ്പോ എന്റെ നെഞ്ചകത്ത് തുളച്ചു കയറിയ അമ്പ് വലിച്ചൂരണേ എന്ന് കൂട്ടുകാരോട് പറഞ്ഞ് നിസ്കാരത്തിന്റെ ഉള്ളിൽ നെഞ്ചകത്തിൽ തുളച്ചു കയറി അമ്പ് വലിച്ചെടുത്ത് കളഞ്ഞിട്ട് പോലും അറിയാതിരുന്ന വേദന, ശരീരത്തിലോട്ട് കയറാതിരുന്ന ലഹരിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കാരത്തിൽ കടന്നു ചെന്ന മഹാനായ അലിയുൽ മുർത്തള
ഖൈബറിനെ കിടുകിടാ വിറപ്പിച്ച ധീരപടയാളി അന്നല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈതി ഗാബത്തിൻ കരീഹിൽ മൻളറ ഉഖീലുകും ബിസാടി കൈല സന്ദറ. നമസ്കാരത്തെ ലഹരിയായി കണക്കാക്കിയ മരുമകന്റെ കയ്യിലാണ് മോളെ കൊടുത്തത്. എന്നിട്ടും തഹജ്ജുദിന് പോകുമ്പോ വാതിലിൽ തട്ടും, മോളെ അലിയെ നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? എന്നിട്ട് ഹബീബായ പിതാവ് പോയി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വീണ്ടും ഇറങ്ങി വരും. ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. അകത്ത് നിന്ന് വെള്ളമൊഴിക്കുന്നതിന്റെ ശബ്ദമോ ആൾപെരുമാറ്റമോ കേൾക്കാതെ വന്നാൽ വീണ്ടും വന്ന് വാതിൽ മുട്ടും. അലിയെ, ഫാത്തിമ എഴുന്നേറ്റിട്ട് വീണ്ടും കടന്നോ? അതല്ല, നിസ്കരിച്ചിട്ടാണോ കടന്നത്? മദീനയിൽ എല്ലാ ഈത്തപ്പന മരങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോ തന്റെ മകളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിശബ്ദനായി കാതോത്തു നിൽക്കുന്ന പിതാവ്, ഉമ്മ, ഉപ്പ, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ കർത്തവ്യബോധത്തിന്റെ ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് മക്കൾ വഴി തെറ്റാറിയിരിക്കുക? നമ്മൾ ചെയ്യേണ്ട ചുമതലകൾ ചെറുപ്പത്തിലല്ല, കല്യാണം കഴിച്ചൊരു പുരുഷന്റെ കയ്യിൽ കൊടുത്താൽ നിന്റെ മകളുടെ ജീവിതത്തെ കുറിച്ച് നീ അന്വേഷിക്കണം. ശബ്ദം കേൾക്കാതിരിക്കുമ്പോ അങ്ങനെ ചെവി ചേർത്ത് വെക്കും. വെള്ളത്തിന്റെ ശബ്ദമോ വളുവെടുക്കുന്ന വെള്ളത്തിന്റെ ശബ്ദമോ കാൽ പെരുമാറ്റമോ ഇല്ലാതിരിക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മക്കളെ വിളിച്ചു വിടുമെന്നിട്ട് പള്ളിയിൽ പോകും. അവരെഴുന്നേച്ചിട്ട് ഒന്നുകൂടി കിടക്കും. തിരിച്ചു വന്നിട്ട് വീണ്ടും മുട്ടി വിളിച്ചു, ഫാത്തിമ അലിയെ നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? കുറെ കഴിഞ്ഞപ്പോ നേരെ വന്നു വാതില് തുറന്നു. ആരെന്നറിയോ? അലിയുൽ മുർത്തള. ഭാര്യയുടെ വാപ്പാനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അലിയെ ഞാൻ വിളിച്ചു വിട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചിരുന്നോ? അതല്ല, വീണ്ടും കടന്നുറങ്ങിയോ? അപ്പോഴാണ് മദീനയുടെ വിജ്ഞാന നഗരത്തിന്റെ കവാടത്തിന്റെ പെട്ടെന്നുള്ള മറുപടി വന്നത്. നബിയെ, എന്താണ് നബിയെ ചോദിക്കുന്നത്? നുഫൂസുനാ ബിയദില്ലാ ഇൻഷാ അംസകഹാ വ ഇൻഷാ അർസൽതഹാ. നബിയെ, നുഫൂസനാ ബിയദില്ലാ, ഞങ്ങളുടെയൊക്കെ നഫ്സ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ. ഇൻഷാ അംസകഹാ, അവൻ ഉദ്ദേശിച്ചാൽ ഇതിനെ കൈവിട്ട് എഴുന്നേൽപ്പിച്ചു തരും. വ ഇൻഷാ അർസൽതഹാ, അവൻ ഉദ്ദേശിച്ചാൽ അവിടെ തന്നെ അങ്ങ് കിടത്തിക്കളയും. അല്ലാഹുവിന്റെ കയ്യിലല്ലേ നബിയെ. എഴുന്നേക്കാൻ പറ്റിയില്ല. ചിലപ്പോ അവൻ തൗഫീക്ക് തന്നാൽ എഴുന്നേക്കും, ചിലപ്പോ അവൻ ഉദ്ദേശിച്ചാൽ അവിടെ തന്നെ കിടക്കും. നബിയെ, മരുമകനീ വർത്തമാനം പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളെ മദീനയുടെ ഉണ്മപ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് മകളുടെ വീട്ടുപടിക്കൽ നിന്നൊരു മന്ദസ്മിതത്തോടെ മെല്ലെ തലകുനിച്ചിറങ്ങി. എന്നിട്ട് നടന്നു പോകുന്നതിന്റെ ഇടയിൽ തന്റെ വലത്തെ കൈകൊണ്ട് കാലിന്റെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു ആയത്തോതിയത്രേ, വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ. അല്ലെങ്കിലും മനുഷ്യൻ തർക്കിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി കേമനാണല്ലോ. ആലോചിച്ചൊക്കെ വീടിനെ മരുമോൻ ഇങ്ങനെ ഒരു തട്ടു മറുപടി പറഞ്ഞപ്പോ അമ്മായിയപ്പൻ ഇങ്ങനെ കരിക്ക് മോശം കാക്ക എന്ന് നമ്മളെ പറയണ മാതിരി ഭാര്യയുടെ പിതാവ്, ഏത് പിതാവ്? മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ ഭൂമിയുടെ മുകളിൽ കാല് ചവിട്ടി നടന്ന മനുഷ്യരിൽ ഏറ്റവും അത്യുത്തനായ മുത്തു റസൂൽ നടന്നു പോകുന്ന വഴിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് തൊടയിലടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞത്രേ, വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ. അല്ലെങ്കിലും മനുഷ്യൻ തർക്കിക്കുന്ന കാര്യത്തിൽ അവൻ മുൻപന്തിയിലാണല്ലോ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്വം വേണം. വേണ്ടേ? വേണം മനുഷ്യന്മാരെ. ഇങ്ങോട്ട് എന്നെ നോക്ക്. അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ. കാരണം പിരിയില്ലേ ഒരു ദിവസം. മകളെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? പറ്റുമോ? മോനെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? മാക്സിമം 3 ദിവസം. 4ാം ദിവസം ഞാൻ വീട്ടിൽ എത്തിയിരിക്കും. ഇനിയിപ്പോ ആലപ്പുഴ വളർന്നതിലും ശരി, അമ്പലപ്പുഴ ഉണ്ടെങ്കിലും ശരി.
നിങ്ങൾക്ക് എത്ര ദിവസം ഇരിക്കാൻ പറ്റും? പാവം ഗൾഫുകാരെയൊക്കെ സമ്മതിക്കണം കേട്ടെ, എങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്ന് പിരിഞ്ഞിട്ട് 2 വർഷമൊക്കെ. നമ്മളെങ്ങനെ, ഞാൻ ഈ ഗൾഫുകാരെ കാണുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പടച്ചോനെ എങ്ങനെ ഇവര് പിരിഞ്ഞിരിക്കണു. ഇപ്പോഴും ഞാൻ പകല് കഴിഞ്ഞ് പോകുമ്പോ, ഇന്നിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് മോളെ കണ്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ഇപ്പോഴും വീട്ടിൽ തിരിച്ചു പോകുമ്പോ രാത്രിയിൽ പോയിട്ട് ആ ഉറങ്ങിക്കിടക്കണ മോക്കൊരു മുത്തം കൊടുത്തിട്ട് കിടന്നുറങ്ങും. കാരണം നമ്മളെല്ലാവരും അങ്ങനെയുള്ളവരാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. പക്ഷെ നമുക്ക് ദുആ ചെയ്യാൻ എല്ലാവരും കൊണ്ടൊന്ന് കയറിയിരുന്നോളൂ, അധികം നീട്ടണില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വന്ധ്യവയോധികരായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവർക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങോട്ട് നോക്കി, അല്ലാഹു ഉസ്താദിന് ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അല്ലാഹു നമ്മുടെ സദസ്സിനെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത്, മദീനത്തെ തെരുവിലൂടെ നടന്നു പോകുമ്പോ ഈത്തപ്പന മരത്തിന്റെ ഓല വെച്ച് വീടുണ്ടാക്കുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ വിളിച്ചുവത്രേ, ഇബ്നു ഉമർ, ഓ ഇബ്നു ഉമർ, ഇതെന്താണ് നബിയേ? ഇതെനിക്കും എന്റെ ഭാര്യ മക്കൾക്ക് താമസിക്കാനുള്ള കൊച്ചു വീടാണ്. അപ്പൊ പറഞ്ഞു ഇബ്നു ഉമറേ, വൽ അംറു അഅ്ജലു മിൻ ദാലിക, പക്ഷേ കാര്യങ്ങൾ ഇതിനേക്കാൾ വേഗതയിൽ വരുമല്ലോ. ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്നതിന് മുമ്പ് മരണെത്തിയാലോ ഇബ്നു ഉമറേ എന്ന് ചോദിച്ചു മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരാ, വിട്ടുപോകുന്നൊരു ദിവസമുണ്ട്. മകളെ വിട്ടിട്ട് നാം ആറടി മണ്ണിലേക്ക് പോകും. ഭാര്യയോട് സലാം പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും. ആരുമില്ലാത്ത ആറടി മണ്ണിന്റെ പോയി കിടക്കുമ്പോ ഇന്നലെ വരെ എന്നോട് വട്ടം പിടിച്ചു ചുറ്റിക്കടന്നെന്റെ പൊന്നുമോളെ വിടെ, കാതില് കിന്നാരം പറഞ്ഞ എന്റെ ഭാര്യ വിടെ, ഓരോരുത്തരായി പിരിഞ്ഞു പോകുന്ന ജീവിതമല്ലേ ഇത്? وميتم البنين والبنات ومفرق الجماعات فهل تفكرت يا ابن آدم في يوم أدرك اللهو الصديق وعانك الصاحب والرفيق. ഓ ഇബ്നു ഉമർ, ഓ ഇബ്നു ആദം, ആദമിന്റെ സന്തതികളെ, എല്ലാ സുഖരസങ്ങളുടെയും ഘാതകനായ സർവബന്ധങ്ങളിൽ നിന്ന് കൂട്ടിപ്പിരിച്ചിട്ട് ഞെരിച്ചമർത്തിയിട്ട് ആറടി മണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അടക്കി പിരിയുന്ന മരണമെന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ടല്ലോ. ആ പ്രതിഭാസത്തിലൂടെ എല്ലാവരും വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മകളെ കണ്ടിട്ട് വർഷങ്ങളായി, എന്റെ ഭാര്യയെ കണ്ടിട്ട് വർഷങ്ങളായി, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ൂതലായി, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിലൂതി ഏകനായ തമ്പുരാന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ, ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ, ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ, നീതിമാനായ റബ്ബിന്റെ മുമ്പിൽ, അതിവേഗ കോടതിയുടെ ന്യായാധിപന്റെ മുമ്പിൽ, ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, പെട്ടെന്ന് തന്നെ കേസ് വാദിച്ച് തീർപ്പാക്കി സ്വർഗ നരകങ്ങൾ പ്രതിഫലമായി തരുന്ന പരമോന്നത നീതിപീഠത്തിന്റെ
സർവാധിപതിയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കില്ലേ? നിർദാക്ഷിണ്യം അവൻ ആട്ടിയോടിക്കില്ലേ? മരടിലെ ഫ്ലാറ്റിൽ ഒരു ദിവസവും കൂടി ഒരാഴ്ച കൂടി സമയം തരുമോ എന്ന് ചോദിച്ച ഫ്ലാറ്റ് ഉടമകളുടെ വക്കീലിനോട് ഒരു നിമിഷം പോലും ഇനി സാവധാനമില്ല, എടുത്തോണ്ട് പൊക്കോ, എല്ലാ അഭിഭാഷകരും കോടതി വിട്ടു വെളിയിലിറങ്ങിക്കോ എന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിബോധത്തിന്റെ ജഡ്ജി അരുൺ മിശ്ര ഇന്ന് ഇന്നലെ പറഞ്ഞതുപോലെ അല്ലാഹു പറയില്ലേ, അനുവദിച്ച സമയം കഴിഞ്ഞു, ഇനി നിനക്ക് സമയമില്ല, എല്ലാവരും വിട്ടിറങ്ങിക്കോ, ഒരൊറ്റ ഒരുത്തനെ ഇവിടെ കണ്ടുപോകരുത്. തമ്മാടി കൂട്ടങ്ങളെ മാറി നിൽക്കടാ, മലക്കുകളെ പിടിക്കവളെ, പിടിച്ച് കെട്ടവളെ, കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയവളെ എന്ന് പടച്ചറപ്പിന്റെ നീതിന്യായ പീഠത്തിന്റെ അന്തിമ വിധി വരുമ്പോ സഹോദരാ, നരകത്തിന്റെ തീനാളങ്ങളുടെ മുമ്പിലേക്ക് പോയിട്ട് അള്ളാനോട് പറയില്ല, റബ്ബേ പടച്ചവനെ, കത്തിക്കാളുന്ന നരകത്തിന്റെ തീനാളങ്ങളുടെ മുമ്പിലേക്ക് ശരീരം കടന്നു പോകുമ്പോ വലതുഭാഗത്ത് മക്കളുണ്ട്, ഇടതുഭാഗത്ത് ഭാര്യയുണ്ട്. കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ വെച്ച റബ്ബിനോട് പറയുമല്ലോ, റബ്ബേ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസാഹിബതിഹി വഅഖീ. അല്ലാഹുവോട് പറയില്ല, റബ്ബേ എനിക്ക് നരകം പേടിയാണ്, അല്ലാഹ് നരകത്തെ പേടിയാണ് റബ്ബേ, എന്റെ ശരീരത്തെ തീ വിടുങ്ങുന്നത് സഹിക്കാൻ കഴിയില്ല റബ്ബേ, എനിക്ക് പകരം എന്റെ പൊന്നുമോളെ തരാം നരകത്തിലേക്ക്, എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാഹ്. കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത് മിഠായി പൊതിക്ക് കിന്നാരം പറഞ്ഞ് ശകാരം പറഞ്ഞ് കുസൃതി കൂടി പുത്തം കൊടുത്ത എന്റെ പൊന്നുമോളെ ഞാൻ ഈ തീയിലേക്ക് ഇട്ടുതരാം, എന്നാലും എന്നെ രക്ഷിക്കുമോ റബ്ബേ. എന്റെ കൈ പിടിച്ചു ജീവിതത്തിലേക്ക് വന്ന എന്റെ ഭാര്യയെ പകരം തരാം, എന്നെ രക്ഷിക്കുമോ? ചോദിക്കില്ല സഹോദരാ, ഇത് നരകത്തിന്റെ കാഴ്ചയാണ്. പക്ഷേ മറുഭാഗത്ത് സ്വർഗത്തിൽ ഒരു കാഴ്ചയുണ്ട്. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ. ഇവിടുത്തെ വീടിന് പകരം ജന്നാത്തു അദിനിന് ഏദൻ തോട്ടത്തിൽ ഒരു വീട് അള്ളാഹു നൽകട്ടെ. ഭാര്യയും ഉമ്മയും വാപ്പയൊക്കെ പിരിഞ്ഞു മണ്ണിന്റെ അടിയിൽ പോയി. അവസാനം സ്വർഗത്തിന്റെ ഒരു താഴ്വര, ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹാ, ഏദൻ തോട്ടം, പച്ചപ്പരവതാനിച്ച പുൽമേടുകളുടെ താഴെ കളകളാരവം മുഴക്കിക്കൊണ്ടിരിക്കുന്ന അരുവികൾ ഒഴുകുന്ന ഒരു ഏദൻ തോട്ടം. അള്ളാഹു നമ്മൾ അവിടെ വരെ എത്തിക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അവിടെ ഒരു വീട്, ആ കുന്നിന്റെ മുകളിൽ ഒരു വീട്. ഓ, ആ വീടോ ഒറ്റ മുത്തിനാലുള്ള മാളിക. അതിന്റെ ഉള്ളിൽ ആരൊക്കെയാ? ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറും സാലിഹീങ്ങളായ മാതാപിതാക്കളും ഭാര്യയും മക്കളുമൊത്ത് ആ വീട്ടില് സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയോടൊത്ത്, ഞങ്ങളുടെ മക്കളോടൊത്ത്, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളോടൊത്ത് ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. നമ്മുടെ ഈ സുഹൃതങ്ങൾ, നമ്മുടെ ഈ സദക്കകൾ, നമ്മൾ ഈ ചെയ്യുന്ന മജ്ലിസുന്നൂറുകൾ, നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റുകൾ, ഇതൊക്കെയാണ് സ്വർഗപ്രവേശനത്തിന്റെ ഏറ്റവും നല്ല പാതയങ്ങൾ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഓരോ ആഴ്ചയിലും ചൊല്ലുന്ന മജ്ലിസുന്നൂറുകൾ, ദിക്റുകൾ, അസ്മാഉൽ ഹുസ്ന, ആയത്തുൽ കുർസി, അസ്മാഉൽ ബദർ, ഇതൊക്കെ ഒന്നുമില്ലാത്ത ലോകത്ത് പരലോകത്തേക്ക് നമുക്ക് കിട്ടുന്ന സുഹൃതങ്ങളാണ്. അള്ളാഹു ആ ചൊല്ലുന്ന വീടുകൾ, ചൊല്ലുന്നവർ അള്ളാഹു ബറക്കത്തും ഐശ്വര്യവും നിറച്ചു തരട്ടെ. അള്ളാഹു ബറക്കത്തും ഐശ്വര്യവും നിറച്ചു തരട്ടെ. അത് ബറക്കത്താണ്, അത് ബറക്കത്താണ്. പണ്ടൊന്നും ഇതുപോലെ കടം വന്നാരും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഉണ്ടോ? എന്നാ വാപ്പാക്ക് പെമ്മക്കൾ 10 ഉണ്ടായിരുന്നതാനും. ഇന്ന് 2 മോളെ കെട്ടിച്ചപ്പോ വാപ്പ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു. പണ്ടത്തെ ഉപ്പാക്ക് 10 മക്കളുണ്ടായിരുന്നു. മക്കളെയും കെട്ടിച്ചു, വാപ്പായുമായും ഹജ്ജിന് പോയി തിരിച്ചു വന്നിട്ട് ബാക്കി മക്കൾക്ക് വീതം വെച്ചും കൊടുത്തു.
പണ്ടിതുപോലെ കടബാധ്യതയില്ല, പണ്ടിതുപോലെ ബുദ്ധിമുട്ടില്ല. ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? പണ്ടത്തെ വീട്ടിൽ അള്ളാനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. എല്ലാ ബലാഉം ആപത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദിരിങ്ങടെ ബറക്കത്തിനാൽ ഇനി കാക്കണം യാ റബ്ബനാ അസ്തഗ്ഫിറുല്ലാഹല്ലദീ 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 ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ. പണ്ട് മജ്ലിസിൽ നൂറുണ്ടായിരുന്നില്ല. പക്ഷേ പൊന്നുമോളുടെ 40 ദിവസം പ്രായമുള്ള കൊച്ചുമോളെ താരാട്ട് പാടുന്ന ഉമ്മാന്റെ നാവിലും ദിക്റുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു. ചൊല്ലട കുട്ടികളെ. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വിശൂരനായി നീ വളരണം, ആരംഭ പൊന്നാരമേ ലാ ഇലാഹ. ഈ രാത്രി ഭക്തിസാന്ദ്രമാവട്ടെ. പഴമയുടെ തറവാടുകളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് നാവിൽ കുറിച്ചു തന്ന ആത്മീയതയുടെ മന്ത്രോച്ചാരണങ്ങൾ ഇങ്ങനെ ആത്മാവിന്റെ അനുഭൂതിയിലൂടെ പെയ്തിറങ്ങട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ സമാധാനത്തിന്റെ ഭൂമികയായി മാറട്ടെ. ക്യാൻസറുകളും മാറാരോഗങ്ങളും അകന്നു പോകുന്ന ആ പഴയ തലമുറ തിരിച്ചു വരട്ടെ. നമ്മുടെ ഹൃദയത്തിലേക്ക് തൊട്ടിൽ കിടക്കുന്ന മക്കള് സൂപ്പർമാന്റെ കഥയല്ല, ഡോറയുടെ കഥയല്ല, അവരലിയാര് തങ്ങളുടെ കഥ കേട്ട് വളരട്ടെ. എന്റെ പൊന്നു സഹോദര, أول سطور بسم الله بدء الخالق لا إله. ഞാൻ ഇന്ന് അസ്ട്രോണമി പറയാൻ വന്നതല്ല, ഞാൻ ഇന്ന് ജോഗ്രഫി പറയാൻ വന്നതല്ല, ഞാൻ ഇന്ന് ബയോളജി പഠിപ്പിക്കാൻ വന്നതല്ല. ഇന്ന് ഐൻസ്റ്റീന്റെ E=mc² എന്ന ദിവ്യ പരിവർത്തന സിദ്ധാന്തം കൂട്ടിക്കഴക്കാൻ വന്നതല്ല. ഞാൻ പതിറ്റാണ്ടുകൾ കണ്ട ഉപ്പാപ്പമാര് പൈതൃകമായി പറഞ്ഞ മുത്ത് റസൂലിന്റെ ഹളറത്തിലേക്കും അർശിന്റെ സന്നിധാനത്തിലേക്കും സന്ധ്യകളെ കൊണ്ടുപോയ ആത്മീയതയുടെ രാത്രിയെ കുറിച്ച് പറയാൻ വന്നതാണ്. നബിയെ, രാത്രിയിൽ ചെല്ലുന്ന ഇബാദത്തുകൾക്ക് മനക്കരുത്ത് തരാനുള്ള പ്രത്യേക ശക്തിയുണ്ട് നബിയെ. അതുകൊണ്ട് പഴമക്കാര് രാത്രിയിലെ ദിക്റ് ചൊല്ലി, അവര് രാത്രിയിൽ സലാത്ത് ചൊല്ലി, ഹദ്ദാദ് ഓതിയിട്ടവര് കിടന്നുറങ്ങി. റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയ്യാ. രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഹദ്ദാദ് ഓതിയിട്ട് യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലെ, മരിച്ചാൽ ഇസ്ലാമിലും മരിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് അവര് കിടന്നുറങ്ങി. സഹോദരാ, വീടുകളാൽ അനുഗ്രഹത്തിന്റെ കേദാരമായി